السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറ ആൽ ഇമ്രാൻ ആയ നമ്പർ 13 ആണ് കവർ ചെയ്തത്. ഇന്ന് നമുക്ക് 14 ആയത്ത് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നമുക്ക് ഇന്ന് നാളെ ക്ലാസ്സുകളിലായിട്ട് 14 ആയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിന്റെ ആദ്യത്തെ ഭാഗം ഇന്നൊന്ന് കാണാം ഇൻഷാ അല്ലാ. ആദ്യം 14 ആയത്തിന്റെ റെസിറ്റേഷൻ ഖിറാഅത്ത് ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. 14 ആയത്തിന്റെ ട്രാൻസ്ലേഷൻ: കാമ്യ വസ്തുക്കളോടുള്ള പ്രേമം, അതായത് ഇച്ഛയുള്ള വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. അതെ, സ്ത്രീകളും പുത്രന്മാരും സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുമായി അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങളും ലക്ഷണമൊത്ത കുതിരകളും ആടുമാടൊട്ടകങ്ങളാകുന്ന കാലികളും കൃഷിയിടങ്ങളുമാകുന്ന കാമ്യ വസ്തുക്കളോട്. അത് ഐഹിക ജീവിതത്തിന്റെ വിഭവം അത്രേ. അള്ളാഹു ആകട്ടെ അവന്റെ അടുക്കലാണ് നല്ല മടക്കസ്ഥാനം ഉള്ളത്. വാക്കർത്ഥം നോക്കാം. സുയ്യിന, ഭംഗി അല്ലെങ്കിൽ മോടിയാക്കപ്പെട്ടു, അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. സയ്യനുൻ, ലിന്നാസി, മനുഷ്യർക്ക്. ഹുബ്ബു, സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം. അഷ്ഷഹവാത്ത്, ഇച്ഛകളെ, ഇച്ഛാവസ്തുക്കളോട് അല്ലെങ്കിൽ കാമ്യവസ്തുക്കളോട്. ഷീൻ, വാവ്. മിനൻ നിസാഇ, സ്ത്രീകളാകുന്ന, സ്ത്രീകളിൽ നിന്നുള്ള. നൂൻ, സീൻ, വാവ്. വൽ ബനീന, പുത്രന്മാരും. നൂൻ, യ. വൽ ഖനാതീരി, കൂമ്പാരങ്ങളും, ധാരാളക്കണക്കിലുള്ള ധനവും. ഓഫ്, നൂൻ, തോ, റോ, 4 ലെറ്ററുള്ള റൂട്ടാണ്. അൽ മുഖന്തറത്തി, സെയിം റൂട്ട് തന്നെയാണ്. ഖാഫ്, നൂൻ, തോ, റോ, അട്ടിയിടപ്പെട്ട, കുന്നുകൂടപ്പെട്ട. മിനദ്ദഹബി, സ്വർണത്തിൽ നിന്ന്. ദാൽ, ഹ, ബ. വൽ ഫിദ്ദത്തി, വെള്ളിയിൽ നിന്നും. ഫ, ബോദ്, ബോദ്. വൽ ഖൈലി, കുതിരയും അല്ലെങ്കിൽ കുതിരകളും. ഖ, യ, ലാം. അൽ മുസവ്വമതി, അടയാളമാക്കപ്പെട്ട, ലക്ഷണമൊത്ത. സീൻ, വാവ്, മീം. വൽ അൻആമി, കന്നുകാലികളും. നൂൻ, ഐൻ, മീം. വൽ ഹഫി, കൃഷിയും അല്ലെങ്കിൽ കൃഷിയിടവും. ഹ, റോ, ഫ. ദാലിക, അത്. മതാഉ, ഉപകരണമാണ്, വിഭവമാകുന്നു. മീം, ത, ഐൻ. അൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിന്റെ. ഹയാത്ത്, ഹ, യ, ദുനിയ, ദാൽ, നൂൻ, വാവ്. വല്ലാഹു, അല്ലാഹു ആകട്ടെ. ഇൻദഹു, അവന്റെ പക്കലാണ്. ഹുസ്നുൽ മആബ്, നല്ല മടക്കസ്ഥാനം. ഹുസ്ന്, ഹ, സീൻ, നൂൻ. അൽ മആബ്, മടക്കസ്ഥാനം. ഹംസ, വാവ്, ബ. തഫ്സീർ നോക്കാം. കുറേ റൂട്ടുകൾ പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക് ഇതിനകത്ത് പുതിയതായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി അയക്കുന്ന ലിങ്ക് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ കുറേ പ്രാവശ്യം ചെയ്ത് അങ്ങ് ശീലിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ അങ്ങ് പഠിച്ചു പോകും. പിന്നെ റൂട്ട് ലെറ്റേഴ്സിനെ കുറിച്ച് ഐഡിയ കിട്ടാത്തവർക്ക് നമ്മൾ പലതവണയായിട്ട് ഗ്രൂപ്പിലും പേഴ്സണലിയും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂട്ട് ലെറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു സെഷൻ, അത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ. നിങ്ങൾ ഇത്രയും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷെ ട്രൈ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. റൂട്ട് ലെറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ കുറേ അങ്ങോട്ട് എത്തുമ്പം സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ദുആ ചെയ്യുക. എന്നിട്ട് അതിനങ്ങ് വിട്ടേക്ക്. അള്ളാഹു എളുപ്പാക്കി തരും. ഓക്കെ, അപ്പം സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്. സുയ്യന, ബ്യൂട്ടിഫൈ ചെയ്യുക, അലങ്കാരമാക്കി കാണിക്കുക.
എന്ത് ഹുബ്ബു ഷഹവാത്ത്, ഷഹവാത്ത് ഇച്ഛയുള്ള വസ്തുക്കൾ, ഓക്കെ, ഇച്ഛാവസ്തുക്കൾ, കാമ്യ വസ്തുക്കൾ. നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു ഡിസയർ ഉണ്ടാകുന്ന ഷഹവ എന്ന് പറയുന്ന ആ ഒരു ഇച്ഛയുള്ള വസ്തുക്കളോടുള്ള ഇഷ്ടം മനുഷ്യർക്ക് എന്താക്കിയിട്ടുണ്ട്, അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവർ ഇച്ഛിക്കുന്നത്? അന്നിസ, സ്ത്രീകള്, വൽ ബനീൻ, ആൺമക്കൾ അല്ലെ, പുത്രന്മാര്, വൽ ഖനാതീരിൽ മുഖന്തറതി, എന്താണ് ഖനാതീരിൽ മുഖന്തറ? കൂമ്പാരമാക്കപ്പെട്ടിട്ടുള്ള അല്ലെ, ഹീപ്പപ്പ് ചെയ്തിട്ടുള്ള എന്ത്, അത് അട്ടിയിട്ടിട്ടുള്ള കൂമ്പാരങ്ങൾ. നമ്മൾ ഈ വാക്കുകളൊക്കെ കുറച്ച് വിശദമായിട്ട് തന്നെ കാണാം ഇൻഷാ അല്ലാഹ്. മിനദ്ദഹബി, എന്തിന്റെ കൂമ്പാരങ്ങളാണ്? സ്വർണത്തിന്റെ. വൽ ഫിദ്ദതി, വെള്ളിയുടെ. വൽ ഖൈലിൽ മുസവ്വമതി, ബ്രാൻഡ് ചെയ്യപ്പെട്ട കുതിരകൾ, അത് ലക്ഷണമൊത്ത കുതിരകൾ. വൽ അൻആമി, മേയ്ക്കുന്ന ലൈഫ് സ്റ്റോക്ക്, അതായത് കന്നുകാലികൾ. ഓക്കെ. വൽ ഹർസി, ഉഴുതുമറിച്ച കൃഷിയിടങ്ങൾ. ഓക്കെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, അത് ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ എൻജോയ്മെന്റ് ആണ് അല്ലെ, താൽക്കാലികമായിട്ടുള്ള എൻജോയ്മെന്റ് ആണ് മതാ, ഈ ഐഹിക ജീവിതത്തിന്റെ വിഭവം അത്രയും. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹു ആകട്ടെ അവന്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കസ്ഥാനം ഉള്ളത്. ഈ ആയത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറേ നമ്മളെ മനസ്സിൽ ലൈക്ക് ഈ ഒരു ആയത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് അർത്ഥം മനസ്സിലാവും. ഭയങ്കര തീരെ അറിയാത്ത കാര്യമൊന്നുമല്ല, ഏകദേശം നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷെ നമ്മളെ മനസ്സിലുള്ള കുറേ ചിന്തകളൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ, കാരണം ഇവിടെ ഭയങ്കര സൂക്ഷ്മമായ ഡിഫറൻസസ് ഒക്കെ എക്സ്പ്ലനേഷനിൽ വരുന്നുണ്ട്. വാക്കർത്ഥങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ വളരെ ഒരു നൂലിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസവും ഒക്കെ. ഈവൻ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് തന്നെയും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ശരികൾ പലതും തെറ്റാണോ എന്ന് വിചാരിച്ച് ബേജാറാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നല്ലപോലെ നമ്മളെ മനസ്സിലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ശരിക്കും കിട്ടേണ്ട കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം ഈ ആയത്ത് നമ്മളടുത്ത് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന, അതായത് ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് നാച്ചുറൽ ആയിട്ട് പ്രകൃതിയാ അട്രാക്ഷൻ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ. ഈ കാര്യങ്ങളോടുള്ള ഇഷ്ടം അവരുടെ ഹൃദയങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ആൻഡ് ഇത് ജനറൽ ആണ്, എല്ലാ ആളുകൾക്കും. അവർ 2000 കൊല്ലം മുമ്പ് ജീവിച്ച ആൾക്കാരായിക്കോട്ടെ, ഇനി ഇന്നത്തേന് ശേഷം അടുത്ത ജനറേഷനിൽ വരുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും പൊതുവേ ഈ പറഞ്ഞ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ മനുഷ്യന്മാർക്ക് കോമൺ ആയിട്ട് ഉള്ളതാണ്. കാരണം എന്താ പറയാ, ഇങ്ങനെയാണ് ലൈക്ക്, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ നേച്ചർ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇത്ര കാലം മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും ഇനി വരാൻ പോണതും ഒക്കെയും ആയിട്ടുള്ള ആളുകളിൽ ഈ ഒരു അട്രാക്ഷൻ, ഈ ഒരു ഇഷ്ടം ഉണ്ട്. ഓക്കെ. അപ്പം സുയ്യന എന്ന് വെച്ചാൽ ബ്യൂട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആക്കുക, അലങ്കാരമാക്കിയിട്ട് കാണിക്കാം. ഓക്കെ. അലങ്കരിക്കുക എന്നുള്ള അർത്ഥം. സുയ്യന എന്ന് പറയുന്ന വാക്ക് സൈ യ നൂൻ എന്നാണ്. സീന അല്ലെ, സീനത്ത് നമ്മൾ പറയാറുണ്ട്. സീന എന്താ? ഭംഗി, അല്ലെങ്കിൽ അലങ്കാരം, അഡോൺമെന്റ്, ബ്യൂട്ടി എന്നൊക്കെ അർത്ഥം. സുയ്യന എന്ന് പറയുന്ന വാക്ക് തസ്വീനിൽ നിന്ന് വന്നതാണ്. തസ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ഭംഗിയാക്കുക. സീന എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. സുയ്യന എന്ന് പറഞ്ഞ വാക്ക് തസ്വീൻ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്. തസ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ഭംഗിയാക്കുക, അല്ലെങ്കിൽ ഒന്നിനെ ഭംഗിയാക്കി കാണിക്കുക. എന്തൊരു കാര്യമായിക്കോട്ടെ, മേ ബി ഒരു ശബ്ദം വളരെ ഭംഗിയായി കാണിച്ചു കഴിഞ്ഞാൽ അതും സുയ്യനയാണ്. ഇനി നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഭയങ്കര ഭംഗിയുള്ള, അല്ലെ, നമ്മൾ കാഴ്ചയിൽ ഭയങ്കര അട്രാക്റ്റീവ് ആക്കി തോന്നിക്കുന്ന രീതിയിൽ ഭംഗിയാക്കുമ്പോഴും അതും സുയ്യനയാണ്. ഒരു ചിന്ത, ഇവൻ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ മനസ്സിൽ കൂടെ പോകുന്ന ഒരു ആഗ്രഹം, അത് ചിന്തിക്കുമ്പോൾ തന്നെ, അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഭംഗിയാക്കപ്പെട്ടിട്ടുള്ള, ഭംഗിയുള്ള ഒരു തോട്ടാണ്. ഇനി നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, നമ്മൾ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അല്ലെ, നമ്മളിപ്പോ ടച്ച് ചെയ്യുമ്പോൾ, വെൽവെറ്റ് ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു സുഖമാണ് അതിന്, അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം അത് ടച്ചിങ്ങിന് നന്നാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഈവൻ നമ്മൾ ഓൺ ചെയ്യുന്ന, നമ്മളുടെ ഓണർഷിപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം, ഓക്കെ, നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം, ഇതൊക്കെയും എന്തൊരു സംഭവം ഭംഗിയാക്കപ്പെട്ടിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നതിനാണ്, അട്രാക്റ്റീവ് ആക്കി കാണിക്കുന്നതിനാണ് സുയ്യന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തസ്വീൻ എന്ന് പറയുന്നത്.
പക്ഷെ നമുക്കറിയാം എല്ലാവരുടെയും ചോയ്സ് ഡിഫറെന്റ് അല്ലെ. ഓരോ മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറൈറ്റി ആക്കിയിട്ട് യുണീക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന കാര്യം ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾക്ക് തോന്നുന്നതല്ല വേറൊരാൾക്ക് തോന്നും. അപ്പം ഒരാൾക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു സംഭവം അല്ലെ, ഒരാൾക്ക് ശബ്ദം മ്യൂസിക് ഭംഗിയായിട്ട് തോന്നുമ്പോൾ എല്ലാവർക്കും മ്യൂസിക്കിനോട് അല്ലെങ്കിൽ പാട്ടിനോട് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെ. ചിലർക്ക് കാഴ്ചകളോടാണ് ഇഷ്ടം അല്ലെ. അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളാണ്. അപ്പൊ തസ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ഭംഗിയാക്കുക, മേക്ക് സംതിങ് ലുക്ക് ബ്യൂട്ടിഫുൾ, ഭംഗിയാക്കി കാണിക്കുക. ഏത് അർത്ഥത്തിലാണെങ്കിലും ഏത് സെൻസിലാണെങ്കിലും ഏത് ഐ മീൻ ടച്ചിങ്ങിലാണെങ്കിലും ഫീലിങ്ങിലാണെങ്കിലും കഴിക്കുന്നതിലാണെങ്കിലും കേൾക്കുന്നതിലാണെങ്കിലും വാട്ടവർ. ഓക്കെ. അപ്പൊ സുയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് വളരെ ഭംഗിയാക്കി അട്രാക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലിന്നാസ് ആണ്. ഓക്കെ, അന്നാസ്, അല്ലാതെ ലിൽ കുഫാർ അല്ല, കാഫിരീങ്ങൾക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മനുഷ്യന്മാർക്കാണ്. അത് മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ ഏതൊരു മനുഷ്യന്മാർക്കും. അപ്പൊ അത് കോമൺ ആണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് റേസിൽ, അതായത് ഏത് ജാതിയിലാണെങ്കിലും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണെങ്കിലും ഏത് നേഷൻ ആണെങ്കിലും ഓക്കെ, എല്ലാവർക്കും മനുഷ്യന്മാർക്ക് സുയ്യിനാണ്. ഓക്കെ. അപ്പം എന്താണ് സുയ്യിന ആക്കിയിട്ടുള്ളത്, എന്താണ് ഭംഗിയാക്കിയിട്ടുള്ള അലങ്കാരമാക്കിയിട്ടുള്ളത്? ഹുബ്ബു ഷഹവാത്ത്, ഹുബ്ബ് ഇഷ്ടം, ഷഹവാത്ത് ഷഹവാത്ത് എന്ന് നമുക്ക് കാണാം. ഷഹവാത്ത് എന്ന് പറയുന്ന വാക്ക് ഷഹ്വയുടെ പ്ലൂറലാണ്. ഷഹ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷീൻ ഹ വാവ് ആണ് റൂട്ട്. ഷഹ യഷ്ഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസയർ, ഒരു ആഗ്രഹം, ഒരു ഇച്ഛ ഉണ്ടായിരിക്കുക. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കാം. ഷഹ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ നഫ്സ് നാച്ചുറലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നാച്ചുറലി ഇഷ്ടം അല്ലെ. അത് അഗൈൻ നമ്മൾ പറയുമ്പോൾ ഓരോ നഫ്സിനും അത് വേറെ വേറെ ആയിരിക്കും. ഓരോ നഫ്സിന്റെയും ഈ ഷഹ്വ എന്ന് പറയുന്ന ആ ഒരു ചായ്വ്, ഒരു ഇൻക്ലിനേഷൻ, ഒരു ചരിവ് എന്ന് പറയുന്നത് വേറെ വേറെ കാര്യങ്ങളിലായിരിക്കും. അപ്പം ഓരോ നഫ്സിനും നാച്ചുറലി ഉള്ള ഇൻക്ലിനേഷൻ, പ്രകൃതിയുള്ള ഇൻഡ്യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു ചായ്വ്, ഒരു ഇഷ്ടം ആണ് ഷഹ്വ. ഓക്കെ. അപ്പം ആ സംഭവത്തിനെ കാണുമ്പം അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് അർത്ഥത്തിലാണെങ്കിലും ഒരു സുഖം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഓരോരുത്തരെയും അല്ലെ. നമുക്കറിയാം ഇപ്പം കുറെ ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ പറയുമ്പോൾ ഓർണമെന്റ്സ്, ഡ്രസ്സിങ് അപ്പ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അല്ലെ. എന്നാൽ വേറെ കൂട്ടരുണ്ട് അതിനകത്തൊന്നും താല്പര്യമില്ല, വേറെ പല കാര്യങ്ങളിലായിരിക്കും അവർക്ക് താല്പര്യം. അങ്ങനെ അങ്ങനെ ലൈക്ക് ഓരോരുത്തർക്കും ഓരോ സുഖങ്ങളാണ്, ഓരോ സന്തോഷങ്ങളാണ് അവരുടെ ആ ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു നഫ്സ് വളരെ നാച്ചുറൽ ആയിട്ട് ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഷഹ്വ. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഐസ്ക്രീമോ പുഡിങ്ങോ ബിരിയാണിയോ വാട്ടവർ. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹമാണല്ലേ, നമ്മുടെ ഒരു ക്രേവിങ്, ഒരു കൊതിയാണ്, ഇഷ്ടമാണ്, അതിനോടുള്ള ആ ഒരു ചായ്വാണ്, നമ്മുടെ നഫ്സിനുള്ള ആ ഒരു ഇഷ്ടമാണ്. അത് നമ്മൾ കഴിക്കുന്നത് വരെ കൊതിയായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ അത് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കൊതി മാറുന്നത് അല്ലെ. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം ആ ഒരു ഇച്ഛ. ഇല്ലെങ്കിൽ അതൊരാഗ്രഹമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ചായ്വ്, ഒരു ഇഷ്ടം നാച്ചുറലി അതിനോട് ഇങ്ങനെ അതിലേക്കുള്ള ആ ഒരു വലിക്കല് ഓരോരുത്തരിലും ഉണ്ടാവും. അത് മാത്രമല്ല വേറെ അർത്ഥത്തിൽ ഷഹ്വ യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരാൾക്ക് അതിയായ നാച്ചുറലി ഇഷ്ടം എന്നുള്ളതിനേക്കാളും അതിന്റെ മേലെ ആ ഗ്രീഡിനെസ് ഉണ്ടാവും, ഒരു അത്യാഗ്രഹം. ഓക്കെ, എനിക്ക് നോർമൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അതിന് ഒരു ലെവൽ മേലെയുള്ള ഗ്രീഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എത്ര കിട്ടിയാലും മതിയാവാത്ത, അതിനോട് വല്ലാത്തൊരു ആവേശം, അഭിനിവേശം എന്നൊക്കെ പറയണ പോലെ ആ ഒരു സംഭവത്തിനും ഷഹ്വ എന്ന് പറയും. ഇനി ഷഹ്വാത്ത് രണ്ട് ടൈപ്പാണ്. ഒന്നാമത്തത് ഷഹവാത്തു സിദ്ഖ. ഓക്കെ, ഷഹവാത്തു സദിഖ. എന്ന് പറഞ്ഞാല് ഒരാളുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ഇഷ്ടം, അത് ഫുൾഫില്ല് ചെയ്യല്, അത് നേടല്, അത് ഉപയോഗിച്ച് തൃപ്തിപ്പെടല്, ഐ മീൻ അതിന് ഉപയോഗിക്കല് പെർമിസിബിൾ ആയിട്ടുള്ള ഹലാൽ ആയിട്ടുള്ള ഷഹവാത്താണ് ഷഹവാത്തു സദിഖ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ പറഞ്ഞ പോലെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, അത് ഹലാലാണെങ്കിൽ അല്ലെ നമുക്കത് കഴിക്കാം, ആ ഒരു ഇച്ഛ നമുക്ക് പൂർത്തീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോമ്പെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ നോമ്പെടുക്കുമ്പോൾ ഈ പറഞ്ഞ ഷഹവ
അത് സ്വതക്കയാവില്ല അല്ലെ. കാരണം അത് നാച്ചുറൽ ആണ്, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ആഗ്രഹമാണ്, ഹലാലാണ്. പക്ഷെ നോമ്പിന്റെ സമയത്ത് നമ്മൾ അത് കഴിക്കൽ എന്താവും, ഹറാമാവും. അപ്പൊ അത് നോട്ട് ഗുഡ്. അപ്പം നാച്ചുറലും അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഷഹവ, അത് അനുവദനീയമായ പെർമിസിബിൾ ആയിട്ടുള്ള ഹലാലായ രീതികളിൽ കട്ട് തിന്നാന്നുള്ളതല്ല കേട്ടോ, അന്യന്റെ മുതൽ തിന്നാന്നല്ല, നമ്മൾ ഹലാലായ രീതിയിൽ അതിനെ കഴിക്കുമ്പോൾ അത് സ്വതക്കയാവണം. ഇനി ഷഹവാത്തിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഷഹവാത്ത് കെദിബ. കെദിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗൈൻ അതും ഡിസയർ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നാച്ചുറലി ഉണ്ടാകാവുന്ന ഡിസയർ ആണ്, ഇച്ഛയാണ്. പക്ഷെ അതിനെ നമ്മൾ ഒഴിവാക്കണം, അതിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പാടില്ല. അത് എന്താണ്, നിർവഹിക്കപ്പെടാൻ, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പോവാൻ പാടില്ല. ഓക്കെ, ഹറാമായിട്ടുള്ള, ഉദാഹരണത്തിന് ഹറാമായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അല്ലെ, ആൽക്കഹോള് അല്ലെങ്കിൽ പന്നിയിറച്ചി, എനിക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് അത് കഴിക്കണം എന്ന് അല്ലെ. അതുകൊണ്ട് ഞാൻ നാച്ചുറലി അത് അനുവദനീയമല്ല, അത് ഹലാലായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഷഹ്വ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, നമുക്കറിയാലോ ഈവൻ സെക്ഷൽ ആവശ്യങ്ങൾ, ഒരാളുടെ ലൈംഗികമായിട്ടുള്ള ഇച്ഛകൾ, അത് ഹറാമായ രീതിയിൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഷഹ്വാത്ത് എന്താവും, കെദിബ ആവും. ഹലാലായ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അതിനും അത് അനുവദനീയമാവും, അത് ഷഹ്വത്ത് സ്വദിഖ ആവും. ഓക്കെ, ഇനി ഈ ഷഹ്വ കെദിബയിൽ തന്നെ ഹറാം എന്നുള്ളതിനപ്പുറത്ത് ഈവൻ ഹലാലായ കാര്യങ്ങളും എക്സസീവായിട്ട്, ഓക്കെ, ആ പരിധി വിട്ടുകൊണ്ട് ഹലാലായ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, ഒരു കൊതിയുണ്ട്, അത് നമ്മൾ കഴിക്കുന്നു, അൽഹംദുലില്ലാ, അതിനകത്ത് തെറ്റൊന്നുമില്ല, അത് ഹലാലാണെങ്കിൽ, നോമ്പല്ലാത്ത സമയത്താണെങ്കിൽ. പക്ഷേ അതിനോട് ഒബ്സസീവായിട്ട്, അതായത് അതന്നെ മനസ്സിൽ അതിനോട് വല്ലാത്തൊരു ഇഷ്ടം, മനസ്സൊന്നും ചിന്ത മാറാത്ത രീതിയിൽ അതിനോടുള്ള ആ ഒരു ഇച്ഛ, ഒരു ആവേശം, ഓക്കെ, എക്സസീവായിട്ട് എന്താണ്, അതിര് വിട്ട ഇഷ്ടം വരുമ്പം അതും എന്തിൽ പെടും, ഷഹ്വ കെദിബയിൽ പെടും. എന്തെങ്കിലും ഒരു ഭക്ഷണം ഫുൾ ടൈം അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക, അതും അതിന് നമുക്ക് മനുഷ്യന്മാർക്ക് വയറ് നിറയുന്ന ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് അത് കഴിക്കുക, എല്ലാ നേരവും അത് കഴിക്കുക. ഓക്കെ, രോഗം വരുന്ന അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, എന്ത് ഭക്ഷണമാണെങ്കിലും അല്ലെ, നമ്മൾ ഹലാലും ത്വയ്യിബും പറഞ്ഞാൽ മനസ്സിലാക്കിയ ആൾക്കാരാണ്. അപ്പൊ എന്തും നമ്മൾ ആ ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളി വിടുന്ന രീതിയിൽ നമ്മൾ അത് അതെന്താവും, നമ്മളെ നാച്ചുറൽ ഇഷ്ടമാണെങ്കിൽ പോലും, ഷഹവാത്ത് ആണെങ്കിൽ പോലും, അത് ഷഹവാത്ത് കദീബ് ആവും. ഓക്കെ, ഹറാമായിട്ട് മാറും. അപ്പം ഒബ്സസീവ് ആവുക, ഫുൾ ടൈം അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുക, ഫുൾ ടൈം അല്ലെങ്കിൽ എക്സസീവ് ആവുക, അമിതമാവുക, അതിര് കടക്കുന്ന രീതിയിൽ ആ ഇച്ഛയെ ഫുൾഫിൽ ചെയ്യുമ്പോൾ അതും എന്താണ്, ഷഹവാത്ത് കദീബയാണ്. അത് ഒരു വ്യക്തി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഡിസയേഴ്സ്, ഇച്ഛകള് നാച്ചുറൽ ആണ്, നാച്ചുറലി ആ ഒരു മനുഷ്യന് അതിനോട് ഒരു പുള്ളിങ് അല്ലെ, അതിലേക്ക് ഒരു വലിക്കുന്ന ഒരു ഇത്, അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ, ഒരു ചായ്വ് ഉണ്ടാവും. ആൻഡ് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഷഹവാത്തുകൾ ഉണ്ട്. അത് ഹലാലായ മീൻസിൽ അല്ലെങ്കിൽ ഹലാലായ ഷഹവാത്തുകളാണെങ്കിൽ അതിന്റെ അളവിൽ നിന്നുകൊണ്ട് ചെയ്യാം. പക്ഷെ അമിതമാക്കാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേടിന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിലേക്ക് കടന്നുകൊണ്ട് നമ്മൾ ഷഹവാത്തുകളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല അല്ലെ. കാരണം ഒരാൾ പറയാ, എന്ത് ചെയ്യാനാ, എനിക്ക് നാച്ചുറലി അല്ലെ, ഉറക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഒരു വീക്ക്നെസ്, ഭയങ്കര ഒബ്സഷൻ ആണ് ഉറക്കിനോട്, എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതെന്ത് ചെയ്യാൻ, എന്റെ ഉള്ളിലുള്ള ഒരു നാച്ചുറൽ ഇഷ്ടല്ലേ, അതുകൊണ്ട് സ്വബഹി അങ്ങ് മിസ്സായാലും എന്ത് ചെയ്യാനാ അല്ലെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫജ്റിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അതെന്താണ്, അനുവദനീയമില്ല, അത് കെദിബയായിട്ടുള്ള ഷഹവാത്താണ്, അതിനെ നമ്മൾ മാറ്റണം അല്ലെ, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന എക്സ്ക്യൂസ് ആണ് അല്ലെ, എന്ത് ചെയ്യാനാ, ഐ കാൻ ഹെൽപ്പ് ഇറ്റ് അല്ലെ, ഭയങ്കര നാച്ചുറൽ ആണ്, എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പം ചിലത് നമ്മൾ ഒഴിവാക്കണം. എല്ലാം നാച്ചുറൽ തന്നെയാണ്, പക്ഷെ നാച്ചുറൽ തന്നെ ഹറാമായാൽ, അള്ളാഹിന്റെ അനുസരണക്കേടിലേക്ക് വരുമ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്, കെദിബാണ്. അതേപോലെ എക്സസീവ് ആയാൽ, അധികമായാൽ അല്ലെ, ഒബ്സസീവ് ആയാൽ, ഫുൾ ടൈം നമ്മൾ അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് ഉള്ള രീതിയിലുള്ള ഒരു ഷഹവാത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് നാച്ചുറൽ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഒഴിവാക്കണം. ഓക്കെ, അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഹുബ്ബു ഷഹവാത്ത്, ഷഹവാത്തുകളോടുള്ള ഇഷ്ടം. സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, ആ ഒരു ഷഹവാത്തുകളോടുള്ള ഇഷ്ടത്തിനെ ആളുകൾക്ക് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം?
ഓക്കെ, ഷഹവാത്ത് നമുക്കറിയാം അല്ലെ, ആൾക്കാർക്ക് ഇച്ഛയുള്ള കാര്യങ്ങളാണ്. ഷഹവാത്ത് എന്താണെന്ന് ഇപ്പൊ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി. ആൾക്കാർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അവരുടെ നഫ്സിന് ഒരു ചായ്വുള്ള കാര്യങ്ങൾ, അവർ അതിനോട് വലിക്കപ്പെടുന്ന അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷഹവാത്ത്. അപ്പം അത് നേടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ആളുകളുടെ ഉണ്ടാവും. അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് യൂസ് ചെയ്യാൻ, അത് ഓരോ സാധനത്തിലും നമുക്ക് ഓരോ വാക്കുകളായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റല്ലേ. എല്ലാത്തിലും ഒന്നും എൻജോയ്മെന്റ് യൂസിങ് ഒന്നും പറ്റില്ല. നമ്മൾ ആ ഒരു ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് അത് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹം, അത് യൂസ് ചെയ്യാനുള്ള ആഗ്രഹം, അതിനെ ഓൺ ചെയ്യാനുള്ള, നമ്മളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അതൊക്കെ ആണ് ഷഹവാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരിഷ്ടം ആളുകൾക്ക് ഭംഗിയാക്കി കൊടുത്തിരിക്കുന്നു, ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള ഷഹവാത്തുകൾ, അതിനോടുള്ള ഷഹവാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ്, എന്തെങ്കിലും ഒരു സാധനത്തിനോടുള്ള ചായ്വ് അല്ലെങ്കിൽ ഇഷ്ടമാണ്. അതിനോടുള്ള ഇഷ്ടം, ഹുബ്ബു ഷഹവാത്ത്, വളരെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതിനോടുള്ള ഇഷ്ടം അല്ലെ, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നുള്ള ആ ഒരു അവസ്ഥ, അത് ശരിയാക്കി തോന്നുക എന്നുള്ളതാണ്. അത് സുബ്ഹാനല്ലാഹ്. ആ ഒരു സംഭവം എന്താണോ ഓരോരുത്തരുടെയും ഷഹവാത്ത്, ഇത് പറയുമ്പം നിങ്ങൾ ജനറലി ചിന്തിക്കാതെ അവനവന്റെ ഷഹവാത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും രീതിയിലുള്ള ഷഹവാത്തും, ചിലതിലെങ്കിലും നമ്മൾ ഒബ്സസീവ് ആയി പോകുന്ന, അധികമായി പോകുന്ന കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. അതിലേക്ക് എത്താത്ത എന്തെങ്കിലും ഷഹവാത്തുകൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ, അത് വെച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം അതിനോടുള്ള ഇഷ്ടം, അത് യൂസ് ചെയ്യാനുള്ള ഇഷ്ടം, അത് എൻജോയ് ചെയ്യാനുള്ള ഇഷ്ടം അധികമായി പോകുമ്പോൾ അധികമായി പോകുന്ന ആ ഒരു അവസ്ഥ. ഇവിടെ ഈ ഒരു ആയത്തില് പലതരത്തിലുള്ള ഷഹവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. സുയ്യന, അള്ളാഹു എന്താണ് ആ ഷഹവാത്തുകളുള്ള ഇഷ്ടം അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പലതും പറയുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് ഈ സാധനങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് അവിടെ കിട്ടും. ആരാണ് ഇത് മനുഷ്യന്മാർക്ക് ഭംഗിയാക്കി തോന്നിച്ചിട്ടുള്ളത്? ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്റ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ കഹ്ഫില് 7-ാമത്തെ ആയത്തില് പറയുന്നുണ്ട് അല്ലെ, ഇന്നാ ജഅൽന മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനൊരു അലങ്കാരമാക്കിയിരിക്കുന്നു, മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള പല കാര്യങ്ങളും എന്താക്കിയിട്ടുണ്ട്? നല്ല സീന ആക്കിയിട്ടുണ്ട് അല്ലെ, ഭംഗിയാക്കി, അലങ്കാരമാക്കി തോന്നിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ടെസ്റ്റാണ്. ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓരോ സീനായും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ ആര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? കർമ്മം എന്താണ്? അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കർമ്മം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ വെച്ചിട്ടുള്ളത്, പരീക്ഷണമായിട്ടാണ്. ഏറ്റവും നല്ല ആക്ഷൻസ് ആരാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സൂറത്ത് മുൽക്കിലായത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാത്രേ അത് അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്റ്റാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആര്? ഈ പറഞ്ഞ ഓരോ സംഭവങ്ങളും അള്ളാഹു നമുക്ക് ഭംഗിയാക്കി തോന്നിച്ചിട്ട് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച്, നമുക്ക് ഇഷ്ടമുള്ള ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് എന്താ നമ്മൾ ചെയ്യുന്നേ? നമ്മൾ അതിനകത്ത് മുഴുകി മറന്നു പോവുകയാണോ? അതോ അതൊക്കെ ഉണ്ടാവുമ്പോഴും ഉപയോഗിക്കുമ്പോഴും എൻജോയ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളുടെ ഉദ്ദേശം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ജീവിക്കണോ? അതോ അതും മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണോ എന്നുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, അതായത് ഈ കാര്യങ്ങള് ചെയ്തിട്ടുള്ളത് മനുഷ്യന്മാർക്ക് അലങ്കാരമാക്കി തോന്നിച്ചിട്ടുള്ളത് ശൈത്താനാണെന്ന്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, കാരണം ഷെയ്ത്താൻ ആളുകൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇട്ടുകൊടുക്കുകയാണ് അല്ലെ. നമ്മളെ ഇതിന്റെ പിന്നാലെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എന്തൊക്കെയാണോ നമ്മൾ പറയാൻ പോണത് വലിയ ലിസ്റ്റാണ് അല്ലെ. ഇതിനകത്ത് ഈ ആയത്തിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്കുള്ള ഒരു ടെംപ്ടേഷൻ, സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിക്കുക, അതിന്റെ പിന്നാലെ ഓടുക, അതിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കുക, എല്ലാ സമയവും അതിനകത്ത് അങ്ങോട്ട് എന്താണോ നമ്മളുടെ അട്രാക്ഷൻ, എന്താണോ നമ്മുടെ ഷഹവാത്ത്, അതിനകത്ത് അങ്ങ് മുഴുകി കിടക്കുന്ന രീതിയിൽ നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുത്തുക. എന്തുകൊണ്ടാ?
അപ്പൊ നമ്മളെന്താവും, നമ്മുടെ ലക്ഷ്യം അങ്ങോട്ട് മറന്നു പോകും അല്ലെ. നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാ? അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെ, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ. അതങ്ങോട്ട് നമുക്ക് മറന്നു പോകും. അപ്പൊ ശൈത്താനാണ് ഇത്തരത്തില് മനുഷ്യന്മാരുടെ ഉള്ളില് ഈ പറഞ്ഞ ആ ഒരു ഇഷ്ടം, ആ ഒരു സുയ്യൻ അല്ലെങ്കിൽ ഭംഗിയാക്കി തോന്നൽ ഇട്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഈ രണ്ട് അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ആരാണ് ശരിക്കും മനുഷ്യന്മാർക്ക് ഈ ഒരു ഇഷ്ടം ഇട്ടുകൊടുത്തത്? അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഷെയ്ത്താൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഈ പറഞ്ഞ ഷഹവാത്തുകൾ അല്ലെ, നമുക്ക് നമ്മളുടെ എന്തൊരു കാര്യം, ഓരോരുത്തരുടെയും ഷഹവാത്ത് എന്താണോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വീട് അല്ലെ. അത് നമ്മളുടെ ഒരു സ്വത്താണ്, നമുക്ക് ഓരോരുത്തർക്കും അല്ലെ, നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യും അല്ലെ, അത് ഭംഗിയാക്കാൻ വേണ്ടി, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അങ്ങനെ. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇടുന്ന ആക്ഷൻസ്, നമ്മള് പ്രവർത്തനങ്ങള്, അത് ശൈത്താൻ ഭംഗിയാക്കി. അങ്ങനെ ചെയ്യണ്ടേ, എന്നാലും നമ്മൾ അങ്ങനെ വൃത്തിയാക്കണ്ടേ അല്ലെ. അതുപോലെ ഇപ്പം മക്കളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ അല്ലെ, നമ്മളെ ടെസ്റ്റുകളിൽ പെട്ട ഒരു കാര്യമാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടും, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും, അതൊക്കെയും ശൈത്താൻ എന്താക്കും, ഭംഗിയായിട്ട് എക്സസീവ് ആയിട്ടോ, എല്ലാത്തിനും ഒരു നാച്ചുറൽ ലിമിറ്റ് ഉണ്ട്, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാനാണ്. പക്ഷെ എക്സസീവ് ആക്കുമ്പോൾ, അധികമാക്കുമ്പോൾ ശൈത്താൻ എന്ത് ചെയ്യും, അത് ഇത് ഭംഗിയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കും. ഓക്കെ, എന്നാൽ ഈ സംഭവങ്ങൾ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളോടുമുള്ള ഇഷ്ടങ്ങൾ, അതായത് ശൈത്താൻ എന്താ നമുക്ക് ഭംഗിയാക്കി തോന്നിക്കുന്നത്, അതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇടുന്ന ആക്ഷൻസ് ആണ് ഭംഗിയാക്കി തോന്നിക്കുന്നത്. എന്നാൽ അതിനോടുള്ള ഇഷ്ടം ആരായിട്ടത്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളോടും നമ്മളുടെ നഫ്സിനുള്ള അട്രാക്ഷൻ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലെ. എല്ലാവർക്കും കുറച്ചൊക്കെ എല്ലാത്തിനോടും ഉണ്ടാവും, പക്ഷെ ചിലത് അധികമായിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം ആരായിട്ടത്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. ഓക്കെ, അത് ശൈത്താനല്ല. കാരണം ഈ പറഞ്ഞ ഓരോന്നിനെയും സൃഷ്ടിച്ചതാരാ? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്, ശൈത്താനല്ല അല്ലെ. ശൈത്താൻ ഈ പറഞ്ഞ ഒന്നും, ഈ ആയത്തിൽ പറഞ്ഞതാവട്ടെ, ഇനി അതല്ലാത്തതാവട്ടെ, ഇതൊന്നും ശൈത്താന് സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പം അള്ളയാണ് സൃഷ്ടിച്ചത്, അള്ളയാണ് ആ സാധനങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാക്കിയത്. പക്ഷെ ശൈത്താനാണ് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ആക്ഷൻസ്, അതിന് പിന്നാലെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ ഭംഗിയാക്കി നമുക്ക് തോന്നിപ്പിക്കുന്നത്. ഓക്കെ, അള്ളാഹ് എന്തിനാ ഇഷ്ടമിട്ടത്? ടെസ്റ്റ് ആയിട്ട്. ഓക്കെ, ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്, നമ്മളെ ഹൃദയത്തിൽ ആ ഒരു ഇഷ്ടം ഇട്ടിട്ടുള്ളത് എന്തിനാ? ടെസ്റ്റ് ആയിട്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കുറച്ച് ഷഹ്വാത്തുകളെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. സ്ത്രീകള്, പുത്രന്മാര്, ആൺമക്കള്, സ്വർണം, വെള്ളി, കുതിര, അതുപോലെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ നമുക്കറിയാം ലിസ്റ്റ് വളരെ ലോങ് ആണ് അല്ലെ. കുറെ കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്, ആൾക്കാർ നാച്ചുറലി അതിനോട് അല്ലെ, അതിന്റെ പിന്നാലെ പോകുന്നു. എന്തുകൊണ്ട് ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തത്? ജനറലി അല്ലെ, ഏത് കൾച്ചറിൽ പോയാലും, ഏത് കാലഘട്ടത്തിൽ പോയാലും, ഏത് ടൈപ്പ് ആൾക്കാരും, ഏത് ജനതയാണെങ്കിലും, ഏത് രാജ്യമാണെങ്കിലും, ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആളുകൾ പൊതുവെ ഇതിനകത്തോട്ടൊക്കെ അല്ലെ ഒരു അട്രാക്റ്റഡ് ആയിട്ട്, അതിന്റെ പിന്നാലെ ആ ഒരു ഇച്ഛ ഭയങ്കരമായിട്ട് അധികരിക്കുന്ന രീതിയിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ളത്, ഇതിനോടുള്ള ഇഷ്ടമില്ല, എത്ര കിട്ടിയാലും മതി വരാത്ത രീതിയിലുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ 2 താഴ്വരകൾ ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കും, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല അല്ലെ. 2 താഴ്വര കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ പോരട്ടെ, ഒന്നും കൂടെ പോരട്ടെ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. മനുഷ്യന്റെ വയറ് മണ്ണുകൊണ്ടല്ലാണ്ട് നിറക്കില്ല. അതായത് അവന്റെ ഈ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ഇനിയും വേണം, ഇതിനിയും വേണം, അതങ്ങനെ വേണം, ഇതെങ്ങനെ വേണം എന്നുള്ള ആ ഒരു ചിന്ത. ഇപ്പൊ ഇവിടെയും നിങ്ങൾ ഈ സ്വർണത്തിന്റെ താഴ്വര എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളേക്കോ, നമുക്ക് അങ്ങനെയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല സ്വർണത്തിനോടൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഓരോ ഇച്ഛകളും, നമ്മൾ ഓരോരുത്തരും ഹുക്ഡ് ആയിട്ടുള്ള, നമ്മൾ ഓരോരുത്തരും കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഇച്ഛകളും അങ്ങനെയാണ്. കുറച്ചും കൂടെ എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇത് അവസാനിക്കുക എവിടെയാന്ന് വെച്ചാൽ മണ്ണിലെത്തുമ്പോൾ അല്ലെ, മരിച്ചിട്ട് മണ്ണടിയുമ്പോഴാണ് ഈ ഇച്ഛ അവസാനിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അല്ലെ ദുനിയാവിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനോടുള്ള ഇഷ്ടവും മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെ, ആ ഇച്ഛയും മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഉണ്ടാവുക അല്ലെ, അങ്ങനെ ഒരു സംഭവം കിട്ടുക, അല്ലെങ്കിൽ ആ സമയം ആ ഒരു കാര്യം എന്റെ ഓണർഷിപ്പിൽ ഉണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ സുയ്യനാക്കി കൊടുത്തിട്ടുണ്ട്. സുയ്യന ലിന്നാസി
ഹുബ്ബു ഷഹവാത്ത്. അപ്പം ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ സാധനങ്ങളോടുള്ള നമ്മളുടെ ഇഷ്ടം. ഓക്കെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ഷഹവാത്തുകളും ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ വേറെ വേറെ കാര്യങ്ങളാണ് അതിനോടുള്ള ഇഷ്ടം. മറ്റത് ആ ഇഷ്ടം ഉണ്ടാവുന്ന കാര്യത്തിനോടുള്ള ആ ഒരു അട്രാക്ഷൻ. ഓക്കെ, അത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും കുറച്ച് നല്ല ഡീപ്പാട്ടോ. അത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റും അത്രത്തോളം ഞാൻ പറയാം. ബാക്കി നിങ്ങളുടെ തദബ്ബറിന് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ പറഞ്ഞ ഷഹവാത്തുകളോട് നമുക്കുള്ള ഇഷ്ടം. മറ്റേത് ആ ഇഷ്ടത്തോടുള്ള ഇഷ്ടം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലർക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്. ഓക്കെ, അവർ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അവർ ആ ഒരു സമയം സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി അല്ലെ, ആ ഒരു സംഭവം എൻജോയ് ചെയ്യും ഷോപ്പ് ചെയ്യുമ്പോൾ. അത് അവർക്കൊരു സന്തോഷം കൊടുക്കുകയും ചെയ്യും. എന്നാൽ വേറെ ചിലർക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ ഇഷ്ടം, അതിനോടുള്ള ഇഷ്ടത്തോടുള്ള ഇഷ്ടം, അതായത് ഷോപ്പിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഭയങ്കര വാവ് എന്നുള്ള ഒരു ഫീലിംഗ്. ഒരു മാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, പിന്നെ ആളല്ലാണ്ടാവുക, പിന്നെ ഭയങ്കര എന്തൊക്കെയോ സന്തോഷം കൊണ്ട് പറയുക, അങ്ങനെ ഉണ്ടല്ലോ. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കുറച്ചും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഉദാഹരണം പറയാം. നമ്മള് സുബ്ഹാനല്ലാഹ് ഈ സർക്കിൾ അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അൽഹംദുലില്ലാഹ് ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് സഹോദരന്മാരെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പം നമ്മളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്യാന്ന് വെച്ചോ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇത് എന്തെങ്കിലും ഹറാമാന്നല്ല കേട്ടോ പറയുന്നത്, ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ് കേട്ടോ. ഷഹവാത്ത് ഇഷ്ടം, എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഷഹവയോടുള്ള നമ്മളുടെ ഇഷ്ടം, അല്ലെങ്കിൽ ആ ഇഷ്ടം ത്തോടുള്ള ഇഷ്ടം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്യാന്ന് വെച്ചോ. അപ്പം നാച്ചുറലി നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അള്ളാഹിനെ നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, അത് ആദ്യം പറഞ്ഞത് അതിനോടുള്ള ഇഷ്ടം. രണ്ടാമത് പറഞ്ഞത്, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം, അത് പ്ലാൻ ചെയ്യുമ്പോഴേ ലൈക്ക് എല്ലാം മതി മറന്നിട്ട് പിന്നെ വേറെ പല കാര്യങ്ങളും തലയിൽ കയറാണ്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നോർമലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അതുണ്ടല്ലോ. അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പോയിട്ട് അവിടെ പോകുമ്പോൾ എൻജോയ് ചെയ്യും, ആ ഒരു സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് നാച്ചുറലി അതിനോടുള്ള ആ ഒരു ഇഷ്ടമാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വരിക. പിന്നെ നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായിട്ട് മാറുക. ഈവൻ നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത വരിക. ഇനി അത് കഴിഞ്ഞു പോയാൽ ഭയങ്കര സങ്കടം വരാം, അതുണ്ടല്ലോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് നാച്ചുറലി ഒരു സംഭവത്തിനോടുള്ള ഇഷ്ടവും ആ ഇഷ്ടത്തോടുള്ള ഇഷ്ടമാണ് ഇവിടെ പറഞ്ഞത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, ഹുബ്ബു ഷഹവാത്ത് എന്ന് പറയുന്ന സംഭവം, ഇച്ഛയോടുള്ള ഇഷ്ടത്തിനെ ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസയർ, ആ ഒരു ഇച്ഛ ഫുൾഫില്ല് ചെയ്യാന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ ആളുകൾക്ക് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ടെസ്റ്റാട്ടോ. വളരെ ചെറിയ നൂൽപാലത്തിന്റെ വ്യത്യാസമുള്ളൂ മനസ്സിലാക്കുമ്പോൾ. ഓക്കെ, ശരിക്ക് നമ്മളൊക്കെ ഓരോരുത്തരും നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി, ഈ എക്സ്പ്ലനേഷനിൽ നിന്ന് മാറ്റി നിർത്തി, ഞാൻ എൻ്റെ ഷഹവാത്തുകൾ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ, ഞാൻ അതിന് കൊടുക്കുന്ന ഇഷ്ടം എന്താണ്, ബാലൻസ്ഡ് ആണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് ഒരുപാട് ചിന്തിക്കാനും മാറാനും ഈവൻ ദുആ ചെയ്യാനും എടുക്കാനും പലതും നമുക്ക് തന്നെ അറിയില്ല എങ്ങനെയാ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇഷ്ടങ്ങൾ എന്ന് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന്. ഇവിടെ മിൻ എന്ന് പറയുന്ന വാക്ക് ബയാൻ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ കുറെ ഷഹവാത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുന്ന മിൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇന്ന ഷഹവാത്തുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഷഹവാത്ത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് മിൻ. അപ്പം ആദ്യത്തെ ഷഹവാത്ത് എന്ന് പറയുന്നത് നിസ, സ്ത്രീകൾ. നോൺ സീൻ വാവ്. നമുക്കറിയാം പുരുഷന്മാരല്ലേ, ആരാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് കൾച്ചറിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും ഏത് ഏജിലാണെങ്കിലും അവർക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ തന്നെയാണ്. ഭയങ്കര അട്രാക്ഷൻ ആണല്ലേ. എന്ത് തരത്തിലുള്ള അട്രാക്ഷനാ? സ്ത്രീകളുടെ ലുക്സ് അല്ലെ, അവരുടെ ആ ഒരു അപ്പിയറൻസ് അല്ലെ, അവർ ആ ഒരു ഒരുങ്ങി ഭംഗിയായിട്ടുള്ള ആ ഒരു കാഴ്ച, അവരുടെ രീതികൾ അല്ലെ. നമ്മൾ വിചാരിക്കും, ഞാൻ അത്ര ഭംഗിയായിട്ടൊന്നും അല്ലല്ലോ ഡ്രസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഫുൾ കവേർഡ് ആണല്ലോ. പക്ഷെ നമ്മളുടെ മാനേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ സുബ്ഹാനല്ലാഹ്, പുരുഷന്മാർക്ക് നമ്മുടെ സംസാര രീതി പോലും അട്രാക്റ്റീവ് ആണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സംസാരം, നമ്മളെ മാനറിസങ്ങൾ, നമ്മുടെ ആക്ഷൻസ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഡ്രസ് ചെയ്യുന്ന സ്റ്റൈല്, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഇതെല്ലാം
പുരുഷന്മാരില് അട്രാക്ഷൻ ആക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടുള്ളതാണ്. ദി ലവ് വിമൻ. ഓക്കെ, ഇതൊരു ഫാക്റ്റ് ആണ്. ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. ഒരു പുരുഷനും പറയാൻ പറ്റൂല ഇല്ല എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്രശ്നം ദുനിയാവിലുണ്ട്. പക്ഷെ അതൊരു രോഗത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അത് നാച്ചുറൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഒന്നെങ്കിൽ കളവാണ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു ചികിത്സിച്ച് മാറ്റേണ്ട രോഗമാണ്. അപ്പം അങ്ങനെ ആള് പറയുന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതിനകത്ത് സത്യസന്ധത ഇല്ല എന്ന് പറയാം. ഈ ഷഹ്വ, സ്ത്രീകളോടുള്ള ഈ ഒരു ഇഷ്ടം പുരുഷന് നാച്ചുറൽ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടുള്ളതാണ്. എല്ലാ പുരുഷന്മാരിലും വളരെ നാച്ചുറൽ ആണ്. ഓരോ പുരുഷന്റെ ഹൃദയത്തിലും ഇത് അള്ളാഹു ഇട്ടിട്ടുണ്ട്. അവർക്ക് സ്ത്രീകളിലെ അട്രാക്ഷൻ ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവുക നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് കാണുന്നുണ്ട് അല്ലെ. ആ പുരുഷന്മാരെ സ്ത്രീകളെ നോക്കുന്നതിലുള്ള ഒരു ഡിഫറൻസും. സുബ്ഹാനല്ലാഹ്, ഇവൻ നമ്മൾ വെറുതെ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബിൽ ബോർഡുകളൊക്കെ കാണും അല്ലെ, പരസ്യങ്ങൾ. ഇനി ടി വിയിൽ വരുന്ന പരസ്യങ്ങൾ, നമ്മൾ ഫോൺ എടുത്താൽ യൂട്യൂബ് തുറന്നാൽ കാണുന്ന പരസ്യങ്ങൾ, പോസ്റ്റേഴ്സ്, എല്ലാ സ്ഥലത്തും നമ്മൾ പൊതുവേ കാണുന്ന ഒരു സംഭവമുണ്ട്. സ്ത്രീകള് ഭംഗിയായിരിക്കണം അല്ലെ. സ്ത്രീകളെ എത്രത്തോളം ഭംഗിയാക്കി, എത്രത്തോളം എക്സ്പോസ് ചെയ്തിട്ട്, എത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്ത് കാണിക്കാവോ അത്രയും ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? പുരുഷന്മാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോകത്തിന്റെ സൈക്കോളജിയാണ് അതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിനെ സ്വീകരിക്കുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ദുനിയാവ് ആ സൈക്കോളജിയിലാണ് വർക്ക് ആവുന്നത്. സുബ്ഹാനല്ലാഹ്, പുരുഷന്മാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈവൻ എന്തൊരു അഡ്വർടൈസ്മെന്റും, പുരുഷന്മാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അഡ്വർടൈസ്മെന്റിന് പോലും സ്ത്രീകളുടെ ഭംഗിയാണ് കാണുന്നത് അല്ലെ. ചില കാറുകളുടെയൊക്കെ പരസ്യത്തിൽ കാണാം. പക്ഷെ ചില കാറുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മാസ്കുലിൻ കാറുകളായിരിക്കും. അതിനും സൈഡിൽ ഒരു പെണ്ണ് ലൈക്ക് ഒരു കഷ്ണം പാവാടയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? പുരുഷന്മാർക്ക് അതിനോടുള്ള ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടല്ലേ. ഇനി സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെയും പരസ്യം സ്ത്രീകൾ തന്നെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ സ്ത്രീകൾക്ക് ഞാൻ അവളെപ്പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ആ പെണ്ണിനെ പോലെ ആവുന്നത്? ആ ഭംഗിയുള്ള പെണ്ണിനെ പോലെ ആണുങ്ങൾക്ക് നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് വളരെ നാച്ചുറൽ ആണ്. പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മളെ ദീനില് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സംരക്ഷിച്ചേ മതിയാവും. ഏത് പുരുഷനും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല അല്ലെ, ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ഒന്നും അല്ല, അപ്പൊ പിന്നെ അതിലെന്താ കാര്യം? പുരുഷന്മാര് സ്ത്രീകളെ കണ്ട് എൻജോയ് ചെയ്യും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സംരക്ഷിച്ചോ. ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ, ഒരു പുരുഷനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, പുരുഷന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ അന്തസ്സ്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അത് നിങ്ങൾ അത്ര ചീപ്പല്ല, വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റേ അല്ല. കാണുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോവാനുള്ള അല്ലെ. നമ്മൾ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ എവിടെയാ വെക്കുക? ലോക്കറിന്റെ ഉള്ളില്. അത് നാട്ടുകാർക്ക് കാണാനിടോ? ഇല്ല. പക്ഷെ നമുക്ക് കൊടുക്കുന്ന വാല്യൂ എന്താ? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കാം. ഞാൻ എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് ഞാൻ തന്നെ ആലോചിക്കണം അല്ലെ. ഞാൻ വാല്യൂബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ വീട്ടിൽ പുറത്തിടുന്ന സാധനങ്ങളും അകത്തെടുത്ത് വെക്കുന്ന സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ചാൽ മതി. എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള, എത്രത്തോളം ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ അകത്ത് വെക്കുന്നത്, എത്രത്തോളം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്ത് വെക്കുന്നത്. ആരും എടുത്തോണ്ട് പോകൂല എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ പുറത്ത് വെക്കുള്ളൂ അല്ലെ. അപ്പം നമ്മൾ തീരുമാനിക്കുക നമ്മൾ എത്രത്തോളം വാല്യൂബിൾ ആണെന്ന്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ നമ്മളെ കാണിക്കുക എന്നുള്ളത് പോലെയല്ല, ഇവൻ നമ്മുടെ സംസാരത്തിലുള്ള ഒതുക്കം. അനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലും പുരുഷന്മാരോട് കയറി സംസാരിക്കാതിരിക്കുക. ആവശ്യമാണെങ്കിൽ അത് ഡിഗ്നിറ്റിയോട് കൂടി പ്രസന്റ് ചെയ്യുക. ഓക്കെ, അതായത് അവർക്ക് നമ്മളടുത്ത് ബഹുമാനം തോന്നുന്ന, ചെറിയ തോതിൽ ഭയം കൂടെ തോന്നുന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും വേണമെങ്കിൽ എൻജോയ് ചെയ്തോട്ടെ, എല്ലാവരും വേണമെങ്കിൽ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ ഭയങ്കര സ്മാർട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാട്ടോ. കാരണം അള്ളാഹാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്, പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളയാണ്. അള്ളാഹ്ക്ക് അറിയാം ഇവര് ഏതാ ടൈപ്പ് എന്ന് അല്ലെ. അള്ളാഹ്ക്ക് നല്ല വൃത്തിക്ക് അറിയാം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രത്യേകത. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണ് അള്ളാഹ് അത് കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതിനകത്ത് സ്വഹീഹ് ബുഖാരിയിൽ വന്നത്, പുരുഷന് സ്ത്രീയേക്കാൾ വിനയായ ഒരു ഫിത്നയും ഞാൻ എന്റെ കാലശേഷം വിട്ടേച്ചിട്ടില്ല. അപ്പൊ അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു ഫിത്ന ദുനിയാവിൽ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ട് പോയതാട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ ഭയങ്കരമായിട്ട് എടുക്കുന്ന ആൾക്കാരല്ലേ നമ്മള്.
ആ പ്രവചനത്തിന് നമ്മൾ എത്ര വാല്യൂ കൊടുക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പൊ അതിനേക്കാളും വലിയൊരു ഫിത്ന ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. പുരുഷന്മാര് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് സ്ത്രീകൾ. അപ്പം അത് പുരുഷന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? ഈ ഒരു ഇഷ്ടം, സ്ത്രീകളോടുള്ള ഇഷ്ടം വളരെ നാച്ചുറൽ ആണ്, അതുകൊണ്ട് എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോണ വഴിക്കുള്ള എല്ലാ സ്ത്രീനെയും ഞാൻ എൻജോയ് ചെയ്യും എന്ന് പറയാണോ അവർ ചെയ്യേണ്ടത്? ഇത് നാച്ചുറൽ അല്ലേ? ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇച്ഛയല്ലേ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉള്ളിൽ ആ ഡിസയർ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ടെസ്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യണം. അവരാ ഇച്ഛകള് ഹലാലായിട്ടുള്ള വഴികളിലൂടെ ഫുൾഫിൽ ചെയ്യണം അല്ലെ? അള്ളാഹു അനുവദിച്ചിട്ടുള്ള രീതികളിലൂടെ ഫുൾഫിൽ ചെയ്യണം. അപ്പം മിനൻ നിസാഇ വൽ ബനീൻ, ആൺമക്കള്. ബനീൻ എന്ന് പറയുന്നത് ഇബ്നിന്റെ പ്ലൂറലാണ്. ആളുകള് ആൺമക്കൾ ഉണ്ടാവുന്ന കാര്യവും ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആൾക്കാർക്ക്. അതും ഒരു ഷഹവയാണ്. സുബ്ഹാനല്ലാഹ്. ഹുബ്ബു ഷഹവാത്ത്, ഇഷ്ടം. ഫസ്റ്റ് സ്ത്രീകള്, രണ്ടാമത് ആൺമക്കള്. ആൺകുട്ടികൾക്ക് ആൺമക്കൾ ഉണ്ടാവാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? എല്ലാവർക്കും ഒന്നും ഒരുപക്ഷെ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ജനറലി പണ്ട് മുതലേ ഉള്ള, ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും 1000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഈവൻ ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലും പല കൾച്ചേഴ്സിലും പല ആളുകൾക്കും ആൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര അല്ലെ സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൺകുട്ടികൾ ഉണ്ടാവുക, പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളോടുള്ള ഇഷ്ടമുണ്ടാവും. ചില പെൺകുട്ടികൾ തന്നെ പറയുന്നേക്കാം, എൻ്റെ ഉമ്മക്കുപ്പക്കും എന്നെക്കാളും ഇഷ്ടം ബ്രദറിനെയാണ്, ഞാൻ അവരോട് എത്ര നല്ലോണം പെരുമാറിയിട്ടും അവർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടും അവർക്ക് ഇഷ്ടം ഇക്കാക്കനോടാണ് അല്ലെ, അല്ലെങ്കിൽ ആൺകുട്ടികളോടാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? അവൻ ആൺകുട്ടി ആയതുകൊണ്ട്. അപ്പൊ ആൾക്കാരുടെ അള്ളാഹ് ഇട്ട് കൊടുത്തിട്ടുള്ള സാധനമാണിത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഇഷ്ടം, എന്ത്? ആൺമക്കളോടുള്ള ഇഷ്ടം. പക്ഷേ അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് പോകുന്ന കേസസും ഉണ്ട് അല്ലെ? ഏതറ്റം വരെയും വേണ്ടി, അതായത് ആൺകുട്ടികൾ ഇല്ലെങ്കിൽ അത് ഉണ്ടാവാൻ വേണ്ടി ഷിർക്കിലേക്ക് പോകുന്നതും അല്ലെ, ഖബറിടങ്ങളിലുള്ള ഔലിയാക്കളെ അടുത്ത് ദുആ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ചിലര് ഇപ്പം സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആണുങ്ങളായിരിക്കും നടത്തല്ലേ. അപ്പം അത് നോക്കി നടത്താൻ ഒരു മകനില്ല എന്ന് കാണുമ്പോൾ വേറൊരു പെണ്ണിനെയും കൂടെ കല്യാണം കഴിച്ചു വെക്കും. അവൾക്കും രണ്ടാമത് ഭാര്യയിലും ഉണ്ടെങ്കിൽ മൂന്നാമതും കഴിച്ചു വെക്കും. ഒരു ആൺകുട്ടി ഉണ്ടാവുന്നത് വരെ അവന് തൃപ്തി ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ ഇഷ്ടം എന്താണ്? ഹുബ്ബു ഷഹവാത്തില് പെട്ടതാണ്, വളരെ കോമൺ ആണ് ചില കൾച്ചേഴ്സിൽ പ്രത്യേകിച്ച്. ഓക്കെ, ആൺകുട്ടികൾ ഉണ്ടാവാന്ന് പറയുന്ന ആ ഒരു ഷഹവ, ഹൃദയങ്ങൾ ആഗ്രഹിക്കുക. അവരുടെ ഏത് പ്രായമാണെങ്കിലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഏത് കാലഘട്ടമാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹിക്കുക. അത് ഏതറ്റം വരെയാന്ന് വെച്ചാൽ അതും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലില് ആയ നമ്പർ 58 അല്ലാഹു പറയുന്നുണ്ട്, അവരിൽ ഒരാൾക്ക്, അതായത് ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ഒരു പെൺകുഞ്ഞ് പിറന്നതായി സന്തോഷ വാർത്ത ലഭിച്ചാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, ദുഃഖത്താൽ അവന്റെ മുഖം കറുത്തിരുളും. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖം അങ്ങോട്ട് ഇരുണ്ടു പോകും വിഷമം കൊണ്ട്. ആ ഒരു വല്ലാത്ത അല്ലെ, ആ ഒരു ഇരുണ്ടു പോകുന്ന പറയുന്നത് അവരുടെ മുഖത്ത് ആ ഒരു മനസ്സിലുള്ള ഒരു വെല്ലായ്മ അല്ലെങ്കിൽ ഒരു ലജ്ജ കാരണം മുഖം ഇരുണ്ടതായിട്ട് തോന്നിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതും എക്സ്ട്രീം ആവുമ്പോൾ അത് പ്രശ്നമാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ത്രീകളോടുള്ള ഷഹവ, ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അത് സെക്ഷൽ ആയിട്ടുള്ള അല്ലെ, ആ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഇച്ഛയാണ്. എന്നാൽ ഈ ആൺമക്കളോടുള്ള ഷഹവ എന്ന് പറയുന്നത് അത് ഫഖ്റാണ്. ഫഖ്ർ എന്ന് പറഞ്ഞാൽ അഭിമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷർഫ് അല്ലെങ്കിൽ ഓണർ, ഡിഗ്നിറ്റി, അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം എന്റെ ചുറ്റുപാടുള്ളവരെക്കാളും ഞാനൊന്ന് തല ഉയർത്തി നിൽക്കണമെങ്കിൽ എനിക്ക് ആൺകുട്ടികൾ വേണം, അവരെക്കാളും കൂടുതൽ ആൺകുട്ടികൾ വേണം, അല്ലെങ്കിൽ എന്റേത് എല്ലാ ആൺകുട്ടികളാവണം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെങ്കിലും വേണം അല്ലെ. അതൊരു ഫഖ്റിന്റെ ഭാഗമാണ്, ഷെറഫിന്റെ, അന്തസ്സിന്റെ ഭാഗമായിട്ട് ആളുകൾ കാണുന്നത്. ഇനി വേറെ എന്താണ് ആൾക്കാരുടെ ഇച്ഛകളിൽ പെട്ടത്? വൽഖനാതീരിൽ മുൻഖതർ, മുഖന്തറ, വൽഖനാതീരിൽ മുഖന്തറ എന്താണ്? അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങൾ. എന്തിന്റെ? മിന ദഹബി വൽ ഫിദ്ദതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും. വൽ ഖനാതീരിൽ മുഖന്തറ, ഖനാതീർ എന്ന് പറയുന്നത് ഖിൻതാറിന്റെ പ്ലൂറലാണ്. ഖിൻതാർ, റൂട്ട് ഖാഫ് നൂൻ തോ റ, ഖിൻതാർ. ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സംഭവം ഹീപ്പപ്പ് ചെയ്യുക, അതായത് അട്ടിയിടുക, ലെയർ ആക്കിയിട്ട് വെക്കുന്നതിന് ഖിൻതാർ എന്ന് പറയുന്നത്. ഓക്കെ, കുന്നുകൂടുക, കൂമ്പാരമാകുക, അട്ടിയാക്കുക,
അതുപോലെ കുറേ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഖന്തറ എന്ന് പറയുന്നത് സെയിം റൂട്ടിൽ നിന്നാണ്. ഖന്തറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പാലം ആണ്. പാലം എന്ന് പറയുന്നത് പൊതുവെ എവിടെയാണ്? താഴെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെ, അതിന്റെ മുകളിൽ ഒരു ഹൈറ്റിൽ ഉണ്ടാക്കുന്ന സാധനം. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വാക്ക് മൾട്ടിപ്പിൾ കുറേ ഫ്ലോറുകളുള്ള ബിൽഡിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു റൂട്ട് വരുന്ന വാക്ക് ഹൈറ്റിനെ സൂചിപ്പിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒന്നിങ്ങനെ അട്ടിയിട്ട് ലെയറായി ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് ഹ്യൂജ് അല്ലെ, വലിയ ടോൾ ആയിട്ടുള്ള ഒരു സംഭവം ആക്കുക. അതൊരു ബ്രിഡ്ജ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കൂമ്പാരം, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ക്യാഷിന്റെയോ ബോക്സസിന്റെയോ ലോക്കറിന്റെയോ എന്തിന്റെ ആണെങ്കിലും കൂമ്പാരം ഉണ്ടാവുക. ഓക്കെ, അപ്പം ഹൈറ്റ് എന്നുള്ള ഒരു അർത്ഥം. ഖിൻതാർ എന്ന് പറയുമ്പോൾ ഹീപ്പപ്പ് ചെയ്യുക, അട്ടിയാക്കി വെക്കുക എന്നുള്ള ഒരു അർത്ഥം. ഇനി ഖിൻതാർ എന്ന് പറഞ്ഞ വാക്ക് ഇത് നമ്മളിപ്പം ലിറ്ററൽ ആയിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം പറഞ്ഞു. പക്ഷെ ഖിൻതാർ ഉപയോഗിക്കുന്നത് നമ്മളെ പണം അളക്കാനുള്ള ഒരു യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പൈസന്റെ ഏതെങ്കിലും ഒരു കറൻസിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പഴയ കാലഘട്ടത്തിൽ. ഓക്കെ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് അത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറെ അഭിപ്രായങ്ങൾ, ഏകദേശം 10ഓളം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഖിൻതാറിന്റെ കാര്യത്തിൽ. അത് ഓരോ സ്ഥലത്തും ഓരോ കാലഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000, അതായത് 1,00,000 ദീനാർ ആണെന്നാണ് പറയുന്നത്. 1,00,000 ദീനാർ. വേറെ ചിലരുടെ അഭിപ്രായത്തിൽ 80,000 ദിർഹം ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ആണെങ്കിലും, ദിനാർ ആണെങ്കിലും ദിർഹം ആണെങ്കിലും 1,00,000 80,000 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാ വെക്കുക, എങ്ങനെയാ സ്റ്റോർ ചെയ്യുക? അട്ടിയായിട്ടില്ലേ, അത് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഹീപ്പ് ചെയ്തിട്ട് വെക്കണം. വേറെ ചിലർ പറയുന്ന അത് 100 റിത്തൽ ഓഫ് ഗോൾഡ്, സ്വർണത്തിന്റെ 100 റിത്തൽ ആണെന്ന്. ഓക്കെ, അതായത് റിത്തൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കിലോ ആണ്. അപ്പം 100 റിത്തൽ എന്ന് പറഞ്ഞാൽ 100 into 100 കിലോ. സുബ്ഹാനല്ലാഹ്. വേറെ ചിലർ പറയുന്നത് അത് 1000 മിഖ്താലിനേക്കാളും കൂടുതലാണ്. അപ്പം ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്താണ് ഖിൻതാർ എന്നുള്ളതിന്. ഓക്കെ, എമൗണ്ട്, വെയിറ്റ് അല്ലെങ്കിൽ ഒരു അളവ്, വാല്യൂ, അങ്ങനെ പല രീതിയിലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വേറെ ചില അഭിപ്രായത്തിൽ ഖിൻതാർ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവുള്ള സമ്പത്തല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള സ്വർണമോ വെള്ളിയോ അല്ല, പകരം അത് മാലുൽ കസീർ ആണെന്ന്. അതായത് ധാരാളം മാൽ എന്താണ്? സമ്പത്ത് അല്ലെ, കുറേ എമൗണ്ട് ഓഫ് സമ്പത്തിനാണ് ഖിൻതാർ എന്ന് പറയുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഒരു ലിമിറ്റ് നമുക്ക് വെക്കാൻ പറ്റൂല. ചിലപ്പോൾ അത് 1,00,000 ആവാം, അല്ലെങ്കിൽ 10,00,000 ആവാം, 1 കോടിയാവാം. അതിനൊരു ലിമിറ്റ് ഇല്ലാണ്ട് മാലുൽ കസീർ, ധാരാളം ഉള്ള സമ്പത്തിന് ഖിൻതാർ എന്ന് പറയുന്നുണ്ട്. അപ്പം ആളുകൾക്ക് എന്താ ഇഷ്ടം ഇവിടെ? ഖിൻതാർ അല്ല, ഖനാതീർ, അതിന്റെ പ്ലൂരല്. സുബ്ഹാനല്ലാഹ്. അൺലിമിറ്റഡ് എമൗണ്ട് ആയിട്ടുള്ള സ്വത്തിനാണ് ഇഷ്ടം. ഹ്യൂജ് സം, ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് ഇടാൻ പറ്റാത്ത, എത്ര അധികം, എത്ര സീറോ അപ്പുറത്ത് ഇടാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുക്കുന്ന സമ്പത്തിനാണ്, ഖനാതീറിനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അതെന്താണ്? അൽ മുഖന്തറ ആണ്, അത് അക്യുമുലേറ്റ് ചെയ്തത്, കൂമ്പാരമാക്കി കുന്നുകൂട്ടി വെച്ചത്. മുഖന്തറയും സെയിം റൂട്ടാണ്, ഖാഫ് നൂൻ തോ റ. ഓക്കെ, കുന്നുകൂട്ടി വെച്ചിട്ടുള്ള സമ്പത്ത്. ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അത് അട്ടിക്ക് വെച്ചതാണ് അല്ലെ. മുഖന്തറ എന്ന് പറഞ്ഞാൽ ആ അട്ടിക്ക് വെച്ചതിനെ പിന്നെയും കൂടുതൽ കളക്ട് ചെയ്ത് വെക്കുക. ഒരട്ടിയൊന്നും പോരാ, അത് വീണ്ടും കൂട്ടി വെക്കുക. മുഖന്തറനെ പല രീതിയിൽ മനസ്സിലാക്കാം. ഒന്നാമത് ഖനാതീർ അല്ലെങ്കിൽ മുഖന്തറ എന്ന് പറയുന്നത്, അതായത് ഖനാതീറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് പെരുക്കുക, പല മടങ്ങാക്കുമ്പോഴാണ് അത് മുഖന്തറ ആവുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖനാതീർ എന്ന് പറയുമ്പോൾ 3 ആണ്, മുഖന്തറ എന്ന് അതായത് 3 എന്ന് പറയുന്നത് തന്നെ വലിയ വലിയ അട്ടിയാണ് കേട്ടോ. കുന്നുകൂടിയ 3 ആണ് ഖനാതീർ. മുഖന്തറ എന്ന് പറഞ്ഞാല് അതിനെ പെരുക്കുക, 3 കൊണ്ട് പെരുക്കിയിട്ട് 9 ആണ് മുഖന്തറ. സുബ്ഹാനല്ലാഹ്. അതായത് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള ഒരു അർത്ഥം, 3 multiplied by 3. ഓക്കെ, മുഖന്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മടങ്ങാക്കി വർദ്ധിക്കുക എന്നുള്ള അർത്ഥം. അപ്പം ആൾക്കാർക്ക് ഖനാതീറും പോരാ, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെ, എത്രത്തോളം മടങ്ങാക്കാമോ അത്രത്തോളം. സുബ്ഹാനല്ലാഹ്.
2 3 ഇതൊന്നും പോരാ, അതിന് എത്രത്തോളം ഇരട്ടിയാണോ അത്രത്തോളം. ഒരു സെറ്റ് ജ്വല്ലറി പോരാ, വേറൊരു സെറ്റും കൂടെ അല്ലെ. ഒരു വേറെ ടൈപ്പ് കല്ലുള്ള, വേറെ ടൈപ്പ് കളറുള്ള ജ്വല്ലറി അല്ലെ, ഡയമണ്ട് ഉള്ള, അതുള്ള, ഇതുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 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 പല ടൈപ്പ്. സ്വർണം മാത്രമല്ല, എന്തൊരു കാര്യമാണെങ്കിലും കുറെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ അർത്ഥം മുഖന്തറ എന്ന് പറയുമ്പോൾ, ആദ്യത്തെ നമ്മൾ പറഞ്ഞു പെരുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തത് അക്യുമുലേറ്റ് ചെയ്യുക, കൂട്ടി 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 വെക്കുക. ഓക്കെ, ഓൾറെഡി പനാത്തീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ കൂമ്പാരാണ്. അങ്ങനത്തെ കുറെ കൂമ്പാരങ്ങൾ വീണ്ടും കൂട്ടുക, അട്ടിയാക്കിയിട്ട് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടേയിരിക്കുക. ശരിക്കും ഇതിന് പല ഡയമെൻഷനിൽ അർത്ഥം പറയാവുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അളവില്ലാത്ത സമ്പത്ത്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതുപോലെ അളവില്ലാത്ത എത്രത്തോളം കൂമ്പാരം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. അത് മനുഷ്യന്മാരുടെ എന്തിൽ പെട്ടതാണ്? ഷഹവാത്തിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവർക്ക് പറയാം, എനിക്ക് ഇത്രയും ലോക്കറുകൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇത്രയും സ്വർണത്തിന്റെ കട്ടി, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. സുബ്ഹാനല്ലാഹ്. സോ ഖനാതീരിൽ മുഖന്തറ സമ്മറൈസ് ചെയ്യുമ്പോൾ, ഖനാതീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഓഫ് സ്വത്ത്. ഓക്കെ, ധാരാളമുള്ള സ്വത്ത്. അത് പൈലപ്പ് ചെയ്തത്, അട്ടിയാക്കി വെച്ചത്. അപ്പൊ കുറെ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ അതാക്കുക? അതിനെ കുന്നാക്കിയിട്ട് നമ്മൾ വെക്കും അല്ലെ. മുഖന്തറ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഖനാതീറിനെ പലതവണ മൾട്ടിപ്ലൈ ചെയ്ത, പല മടങ്ങാക്കി പെരുക്കുക. അതല്ലെങ്കിൽ ആ ഖനാതീറുകള് വീണ്ടും അട്ടിയാക്കിയിട്ട് അതിന്റെ കുറെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്. അതായത് അവരുടെ കയ്യിൽ ബേസിക്കലി കുറെ പ്രിസർവ്, സംരക്ഷിക്കപ്പെട്ടതുണ്ട്. അവരുപയോഗിക്കുന്ന പണം, ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒരു സൈഡിൽ ഉണ്ടാവും, പക്ഷെ അതിന്റെ പുറമെ അവർക്ക് പ്രിസർവ് ഉണ്ടാവും, സൂക്ഷിച്ചു വെച്ച സെപ്പറേറ്റ് ആയിട്ടുള്ള ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ചില ആളുകൾക്ക് അതിഭയങ്കരമായ ഒരു ഇച്ഛ കാണാം അല്ലെ സ്വത്തിനോട്. അവര് ഏതറ്റം വരെയും പോവും, പൈസ ഉണ്ടാക്കാനും പൈസ സംരക്ഷിക്കാനും അല്ലെ. ഒരു 5 പൈസ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഏതറ്റം വരെയും പോവും. എത്ര വേണമെങ്കിലും ചിന്തിക്കും, എത്ര വേണമെങ്കിലും എഫേർട്ട് എടുക്കും. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. സ്റ്റിൽ അവരെന്താ ചെയ്യുക? വീണ്ടും സേവ് ചെയ്ത്, വീണ്ടും അധ്വാനിച്ച്, വീണ്ടും ഉണ്ടാക്കി, വീണ്ടും ബിസിനസ് ചെയ്ത്, വീണ്ടും ഉണ്ടാക്കി അല്ലെ. അങ്ങനെ കുറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ശരിക്കും പൈസന്റെ കാര്യത്തിൽ നമുക്കറിയാലേ, ഒരു പോയിന്റ് വരെ യെസ് നമുക്ക് ആവശ്യമുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ലിമിറ്റ് വരെ. ഒരു വീട് അല്ലെ, ആവശ്യത്തിന് സഞ്ചരിക്കാനുള്ള ഒരു വണ്ടി, ഇനിയിപ്പോ നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, അതിന് ആവശ്യമുള്ള ഒരു പൈസ, പിന്നെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാവുമ്പോൾ ഓൾമോസ്റ്റ് യൂസ്ലെസ് ആണ് അല്ലെ. അത് അവിടെ കിടക്കാനുള്ളതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. ലക്ഷറിന്റെ അപ്പുറത്തേക്കാവുമ്പോ അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആൾക്കാരൊക്കെ എന്താ ആവശ്യം? മോർ ആൻഡ് മോർ ആൻഡ് മോർ അല്ലെ. ഖനാതീരിൽ മുഖന്തറ. ഇതും എന്താണ്? ഒരു ടെസ്റ്റ് ആണ്. എത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? എത്ര എഫേർട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? പൈസ ഉണ്ടാക്കാനും പൈസനെ സംരക്ഷിക്കാനും അല്ലെ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം സമയം അതിന്റെ പിന്നാലെ ഓടുന്നുണ്ട്? എത്ര എനർജി നിങ്ങൾ അതിനു വേണ്ടി എടുക്കുന്നുണ്ട്? എത്ര സമയം നിങ്ങൾ, എത്ര അധ്വാനം, എത്ര ചിന്ത അല്ലെ നിങ്ങൾ അതിൽ ചെലവഴിക്കുന്നുണ്ട്? എത്ര സമയം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട്, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്? ആൾക്കാർ പൈസ ഉണ്ടാവാൻ ഇഷ്ടം തന്നെയാണ്, ഇച്ഛ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് അല്ലെ. ആളുകൾ എന്താ വിചാരിക്കുന്നത്? ലക്ഷറീസ് അല്ലെ, ജീവിതത്തിന്റെ എല്ലാ ലക്ഷറിയും ഉണ്ടാവും കുറെ പൈസ ഉണ്ടാവുമ്പോൾ. സന്തോഷം കിട്ടും. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. പൈസ ഒരുപാട് ഉള്ള ആൾക്കാര് സന്തോഷമുള്ള ആൾക്കാരാണ്? ഒരിക്കലല്ല. സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അക്യുമുലേറ്റഡ്, അതായത് കുന്നുകൂടപ്പെട്ട കൂമ്പാരങ്ങള്, അതിന്റെ എന്തിന്റെയാണ്? മിനൽ ദഹബി വൽ ഫിദ്ദതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി, അവർക്ക് കുന്നുകൂടിയ കൂമ്പാരങ്ങൾ എന്തിന്റെയാ വേണ്ടത്? സ്വർണത്തിന്റെയും വെള്ളിയുടെയും. സ്വർണം എന്നുള്ള വാക്ക് ദഹബ് അല്ലെ, റൂട്ട് ദാൽഹബ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദഹബ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ, പോകുന്ന സാധനമാണ് അത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് സ്വർണത്തിന്റെ യാഥാർത്ഥ്യം അല്ലെ. അതങ്ങനെ പോവും, നമ്മളടുത്ത് നിൽക്കൂലല്ലേ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ബേജാറാവും, ഇത് പോവെന്നുള്ള ബേജാറ് അത് വേറെ ഉണ്ടാവും സ്വർണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ മൂപ്പര് പോവാനുള്ളതാണ് ദഹബ്. ഇനി ഫിദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സ്കാറ്റർ ചെയ്യുക, അതായത് ചെതറി പോവുക, കൂട്ടം പിരിഞ്ഞു പോവുക എന്നുള്ള അർത്ഥമാണ് ഫദ് അല്ലെ. ലൻ ഫദു മിൻ ഹൗലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ, അവര് നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോവുമായിരുന്നു, ചെതറി പോവുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫിദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കാറ്റർ ചെയ്യുന്ന, ഡിസ്പേഴ്സ് ചെയ്യുന്ന, പിരിഞ്ഞു പോകുന്ന സാധനം. സിൽവറിന്റെ കാര്യത്തിൽ, സ്വർണത്തിന്റെ കാര്യത്തിൽ ഇത് ശരിയാണല്ലേ. എത്ര തന്നെ ഒരു വ്യക്തി കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അവസാനം എന്താ ചെയ്യുക, അതങ്ങ് ഡിവൈഡ് ചെയ്ത് പോകും അല്ലെ. അയാൾ മരിക്കുമ്പോൾ അത് ആർക്കൊക്കെയോ പോകും. ഇനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും അത് അല്ലെ പല രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഒന്നുമില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുകയും വേണം. മിനദ്ദഹബി വൽ ഫിദ്ദത്തി. ശരിക്കും ഇവിടെ ഗോൾഡും സിൽവറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ്? കാരണം അതിനേക്കാളും വില കൂടിയ മെറ്റൽസ് ഒക്കെ ഇല്ലേ അല്ലെ. പ്ലാറ്റിനത്തിന് ഇതിനേക്കാളും വിലയാ. പക്ഷേ എന്തുകൊണ്ടാണ് ഗോൾഡും സിൽവറും, സ്വർണ്ണവും വെള്ളിയും മാത്രം ഇവിടെ പറഞ്ഞത്? ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇതിനോടാണ് അല്ലെ. ജനറലി നോക്കുമ്പം കുറേ ഗ്ലോബലി നോക്കുമ്പം, ഇന്റർനാഷണലി നോക്കുമ്പം, പല കൾച്ചറുകളിൽ നോക്കുമ്പം, പല സംസ്കാരങ്ങളിൽ നോക്കുമ്പം, പല രാജ്യങ്ങളിലേക്ക് നോക്കുമ്പം ആൾക്കാർക്ക് പൊതുവെ കൂടുതൽ ഇഷ്ടം എന്തിനോടാണ്? സ്വർണത്തിനോടും വെള്ളിനോടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെ സ്വർണം വെള്ളിയും ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇഷ്ടമാണ്. നാച്ചുറൽ ആണ് അല്ലെ. അത് ആ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇതൊരു ടെസ്റ്റാണ്. എത്രത്തോളാണ് അതിന്റെ പിന്നാലെ പോകുന്നത്, അതോ എത്രത്തോളാണ് ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത്. എത്രത്തോളം എനർജിയാണ്, സമയമാണ് ഈ സംഭവത്തിന്, സ്വർണവും വള്ളിയും ഉണ്ടാക്കാനും വാങ്ങാനും അതിനെ സംരക്ഷിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടി നിങ്ങൾ കളയുന്നത്. നിങ്ങളുടെ ആക്ഷൻസ് കൂടുതൽ എന്തിന്റെ മേലെയാണ്, അത്രത്തോളാണ് നിങ്ങൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതും ഒരു ടെസ്റ്റാണ്. വേറെന്താ? വൽ ഖൈലിൽ മുസവ്വമ, ബ്രാൻഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ലക്ഷണമൊത്ത മാർക്ക് ചെയ്യപ്പെട്ട കുതിരകൾ. പിന്നെ പറഞ്ഞിരിക്കുന്നത് വൽ അൻആം, കാലികള് അല്ലെ, മേയപ്പെടുന്ന കന്നുകാലികള്. വൽ ഹർസ്, ഉഴുതു മറക്കപ്പെട്ട കൃഷിയിടങ്ങൾ. ഇതെല്ലാം അള്ളാഹ് പറയുന്നു ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇതെല്ലാം ഈ ദുനിയാവിന്റെ ടെമ്പററി, താൽക്കാലികമായ എൻജോയ്മെന്റിൽ പെട്ടതാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അവന്റെ അടുത്താണ് ഏറ്റവും ഉത്തമമായ മടക്കസ്ഥാനം. ഇവിടെ സുയ്യിന ലിന്നാസി ഹബ്ബു ഷഹവാതി മിനൻ നിസാ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ ഇച്ഛകള് പല രീതിയിൽ അല്ലെ, പലതരത്തിലുള്ള ഇച്ഛകളോടുള്ള ഇഷ്ടം ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാരണം ഇച്ഛകള് ഉണ്ടാവാന്നുള്ളതും അതിനാവശ്യത്തിന്റെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഓക്കെ. പക്ഷെ അത് എക്സസീവ് ആയിട്ട് അതിന്റെ പിന്നാലെ പോവുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടി സമയം ചെലവഴിക്കുക, എന്തൊരു കാര്യമാണെങ്കിലും ഓക്കെ, അത് നമ്മളെ സ്വർണം വെള്ളി എന്നൊക്കെ പറയുന്ന പോലെ സമ്പത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, സമ്പത്ത് ഉണ്ടാക്കാനും സമ്പത്തിനെ സംരക്ഷിക്കാനും നമ്മൾ ഓൺ ചെയ്യുന്ന എന്തൊരു സംഭവമാണെങ്കിലും, എന്തൊരു സാധനമാണെങ്കിലും അതിനെ സംരക്ഷിക്കാനും, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഇച്ഛകൾ സംരക്ഷിക്കാനും വേണ്ടി കുറേ എന്തൊക്കെ അതിന്റെ പേരിൽ നമ്മൾ ആക്ഷൻ ഇടുമ്പോഴും അതൊക്കെ കംപ്ലീറ്റ്ലി ഫൈൻ ആണെന്ന് നമ്മൾ സ്വയം അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഒരു അതിനെ ഭംഗിയാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അള്ളാഹ് ഇട്ട് കൊടുത്തിട്ടുള്ള ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ, അപ്പൊ അതിനോട് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴും അത് ഓക്കെ ആണെന്നുള്ള ആ ഒരു തോന്നൽ സുയ്യന. അതിൽ പറപ്പെട്ട ഇഷ്ടങ്ങളാണ് മിനൻ നിസാ, സ്ത്രീകള്, വൽബനീന ആൺമക്കള്, വൽ ഖനാതീരിൽ മുഖന്തറതി മിന ദഹബി വൽ ഫിദ്ദതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങള് കണക്കില്ലാത്തത്രയും. ഓക്കെ, നമുക്ക് ഇതൊക്കെ അള്ളാഹ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. ആൾക്കാർ അധികവും അല്ലെ, ലോകത്തിലെ മെജോറിറ്റി ആളുകളും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ടാലന്റ് ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് അല്ലെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏത് സമൂഹത്തിലേക്ക് നോക്കി കഴിഞ്ഞാലും ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് എന്തിനാ? ഒന്നെങ്കിൽ പൈസ ഉണ്ടാക്കാൻ, ഇനി അതല്ലെങ്കിൽ ഭാവിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സ്കൂളിൽ പോവുക, എഡ്യൂക്കേഷൻ നേടുക, പൈസ ഉണ്ടാക്കുക. അവർ പഠിക്കുന്നതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. വൽഖനാതീരിൽ മുഖന്തറതി മിന ദഹബി വൽ ഫിദ്ദതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? സൂറത്ത് അൻഫാലില് ആയ നമ്പർ 28, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, അറിയുക നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണോപാധികൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതുണ്ടായി കഴിഞ്ഞാല്
നിങ്ങൾ സമ്പത്ത് അല്ലെ, സമ്പത്താണെങ്കിലും സന്താനാണെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾ എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. എത്ര അത് നിങ്ങളുടെ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഒരു സൈഡ് നോട്ട് പറയാം. ഇതൊക്കെയും ടെസ്റ്റാണ്. സമ്പത്ത് ഉണ്ടാക്കൽ അല്ലെ, സമ്പത്ത് ടെസ്റ്റാണ്, കുട്ടികളുടെ ടെസ്റ്റാണ്, ഇതുപോലെ എല്ലാം പരീക്ഷണങ്ങളാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അല്ലെ. അതായത് ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് പഠിക്കുക മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അല്ലെ. പൈസ എങ്ങനെയാ ഉണ്ടാക്കുക, കുറേ സമ്പത്ത് എങ്ങനെയാ ഉണ്ടാക്കുക, വീട് എങ്ങനെയാ ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഇതൊക്കെ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു തരുമ്പം ഈ ടെസ്റ്റിൽ എങ്ങനെയാ വിജയിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പഠിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ നമ്മളെ മക്കൾക്ക് പോലും കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു സെറ്റപ്പ് അങ്ങനെ അല്ലെ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കും. പക്ഷെ ഈ ഉണ്ടാക്കുന്ന പൈസ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ എങ്ങനെയാ വിജയിക്കാൻ നമ്മൾ പഠിപ്പിക്കൂല അല്ലെ. അപ്പൊ ശരിക്കും നമ്മൾ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ആ ടെസ്റ്റിൽ പാസ്സാവാന്ന് പ്രിപ്പയർ ചെയ്യിക്കണം. എന്നിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുക വേണം കേട്ടോ. എന്നിട്ട് അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ടെസ്റ്റ് ചെയ്യപ്പെടണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇതിന് തന്നെ വേറൊരു എക്സ്ട്രീം ഉണ്ട് നമ്മൾ ഇന്ന് ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടെസ്റ്റ് എഴുതൂല, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പറയുന്ന ഒരു വിഭാഗം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് തരുകയും ചെയ്തു. എല്ലാ മനുഷ്യന്മാരുടെ ഉപയോഗത്തിനാണെന്ന് പറയുകയും ചെയ്തു അല്ലെ. ഇതെല്ലാം ടെസ്റ്റ് ആണെന്നും പറഞ്ഞു. ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് സ്വർഗമുള്ളൂ അല്ലെ. പക്ഷെ ഞാൻ എന്താക്കും? ഈ ടെസ്റ്റ് എഴുതേയില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ പാസ്സാവാന്ന് ഞാൻ പഠിക്കും. ഓക്കെ, പൈസ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് പഠിക്കും. അതിന്റെ എല്ലാ നിയമവശങ്ങളും ഞാൻ പഠിക്കും. സക്കാത്ത് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് പഠിക്കും. ആളുകളുമായിട്ട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പഠിക്കും. അമുസ്ലിങ്ങളുമായിട്ട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പഠിക്കും. ഒക്കെ ഞാൻ പഠിക്കും. ഞാൻ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ടെസ്റ്റ് ഞാൻ എഴുതൂല. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ എല്ലാം ഹറാമാക്കുന്ന ഒരു സിസ്റ്റം അല്ലെ. പൈസ ഉണ്ടാക്കാൻ പാടില്ല, വിദ്യാഭ്യാസം നേടാൻ പാടില്ല അല്ലെ, അതിലേക്കൊന്നും പോകാൻ പാടില്ല, അങ്ങനെ പലതും ചെയ്യാതെ അതിനുള്ള സ്ട്രെങ്ത് അല്ലെ, പരീക്ഷ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നേടാത്ത ഒരു എക്സ്ട്രീം. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയതേ ഹറാമുള്ളൂ. അള്ളാഹു ഹറാമാക്കാത്ത കാര്യം നമ്മൾ ഹറാമാക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ അല്ലെ അൽ ഹക്കീമായ റബ്ബിന്റെ അല്ലെങ്കിൽ ഹുക്കുമ നിയമം കൊണ്ടുവരുന്ന റബ്ബിന്റെ റോള് നമ്മളങ്ങ് ഏറ്റെടുക്കുകയാണ്. ഷിർക്കിന്റെ ചെറിയൊരു അംശമാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഹറാമാക്കാത്ത കാര്യങ്ങൾ ഹറാമാക്കുക. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ടാവും ഉറപ്പുള്ളത് കൊണ്ട് ടെസ്റ്റ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മളെ മക്കളെ അടക്കം എല്ലാത്തിനും സംരക്ഷിച്ചിട്ട് അവരെ വീട്ടിലിരുത്തിയിട്ട് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാതെ ടെസ്റ്റ് പാസ്സാവാതെ അടുത്ത ലെവലിലേക്ക് പോയ ആൾക്കാരെ നിങ്ങൾക്ക് അറിയോ? അല്ലെ. നമ്മൾ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും പല ലെവലിലുള്ള എക്സാംസ് എഴുതുന്ന ആൾക്കാരാണ് അല്ലെ. ടെസ്റ്റ് എഴുതി ക്ലിയർ ആവാണ്ട് അടുത്ത ലെവലിലേക്ക് പോയ ആൾക്കാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പ്രിപ്പയർ ചെയ്തത് കൊണ്ട്, ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഫുൾ ഡിഗ്രി എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ പരീക്ഷ എഴുതൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെവലിന് അടുത്ത ലെവലിലേക്ക് പാസ്സാക്കുമോ? ഇല്ലല്ലേ. അപ്പൊ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യിക്കുകയും വേണം. അവർ ടെസ്റ്റ് ഫേസ് ചെയ്യണം. പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിനകത്തുള്ള ടെസ്റ്റുകൾ ഉണ്ട്. അത് എക്സസ് ആയി പോവാതിരിക്കുക, അതിനകത്ത് സക്കാത്ത് കൊടുക്കുക, അത് ഡീൽ ചെയ്യുന്നതിലുള്ള നിയമങ്ങൾ പാലിക്കുക, അത് ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കുക, ജോലി സ്ഥലത്ത് ആളുകളുമായിട്ട്, പഠിക്കുന്ന സ്ഥലത്ത് ആളുകളുമായിട്ട് എല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിലൂടെ കടന്നു പോകുന്നുള്ളൂ. ഓക്കെ. പക്ഷെ നമ്മളും പോകൂല, നമ്മളെ മക്കളെയും പറഞ്ഞയക്കൂല, അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞയക്കില്ല, പക്ഷെ പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ദീൻ എന്ന് പറയുന്നുണ്ടല്ലോ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. അത് ഈമാനിലും നമ്മളെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകണം, ആക്ഷനിലും അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകണം. ഇതെല്ലാം എന്തിലൂടെയാണ്? എൽമിലൂടെയാണ്. എൽമ നേടുമ്പോഴേ ഈമാനും ഉണ്ടാവുള്ളൂ. കാരണം ഈമാൻ എന്ന് പറയുന്നത് എന്താ? വൈബായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം അല്ലെ. അത് പഠിക്കാതെ കിട്ടുമോ ഈമാൻ? അതെന്താന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം എൽമ നേടുമ്പം ഈമാനും നമ്മൾ സ്ട്രോങ് ആവണം. ഈമാൻ സ്ട്രോങ് ആവുമ്പോൾ നമ്മളെ അമലും സ്ട്രോങ് ആവണം. ഏതെല്ലാം അള്ളാഹു ഹലാലാക്കിയ ഏരിയ ഉണ്ടോ അവിടത്തൊക്കെ അമലുകൾ കൗണ്ട്സ്. ഓക്കെ. നമുക്ക് പറ്റുന്ന, നമുക്ക് അനുവദനീയമാക്കിയിട്ടുള്ള എല്ലാ ഏരിയകളിലെയും ആക്ഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ആ ടെസ്റ്റ് ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആവുമ്പം ആ ടെസ്റ്റ് ഫേസ് ചെയ്തിട്ട് പാസ്സാവുമ്പോഴാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ദീനിലെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്
ഈമാനിലും അമലിലും കൂടെയുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ്, ഇൽമില് മാത്രമുള്ള ഇമ്പ്രൂവ്മെന്റ് അല്ല. ഓക്കെ, ഇൽമില് മാത്രം കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാര് പഠിപ്പിക്കുന്നത് ആരെയാ? അമല് ചെയ്യുന്ന ആൾക്കാരെ അല്ലെ. എങ്ങനെയാ പഠിപ്പിക്കാൻ പറ്റുക? പഠിപ്പിക്കാൻ പറ്റില്ല. ഓരോ ഫേസിലും നമ്മൾ പരീക്ഷണങ്ങൾ നേരിട്ട് വിജയിക്കുമ്പോഴേ പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആളുകൾക്കേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറഞ്ഞ, കാരണം ഇങ്ങനെ ഒരു ട്രെൻഡ് വേറൊരു ലെവലിൽ നല്ലപോലെ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ ഒന്നും പഠിപ്പിക്കാണ്ട്, ഐഹിക വിദ്യാഭ്യാസം ഒന്നും പഠിപ്പിക്കുന്നില്ല, അവര് ഖുർആൻ മാത്രം പഠിച്ച്, ഖുർആൻ പഠിച്ച് പഠിപ്പിക്കുമ്പം ഖുർആനിൽ നമുക്ക് കിട്ടുന്ന നോളജ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയാ, ഈ പരീക്ഷണം നേരിടുന്നത് എങ്ങനെയാന്ന് പഠിപ്പിക്കുന്നതാണ് ഖുർആനിലുള്ള നോളജ്. അത്രയും അല്ലേ. ഓരോ ആയത്തും നമ്മളെ അടുത്ത് എന്താ പറയുന്നത്? അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ നിങ്ങൾ എന്താണ്, ഈ എന്തിനാ പലിശയുടെ ആയത്തും സക്കാത്തിന്റെ ആയത്തും കടത്തിന്റെ ആയത്തും ഒക്കെ പറഞ്ഞത്? അതൊക്കെ ഹറാമാന്ന് അങ്ങോട്ട് പറഞ്ഞ പോലെ പൈസയെ ഹറാമാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ലല്ലേ. ഇത് ഓരോന്നും നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ടെസ്റ്റുകൾ പാസ്സാവേണ്ട നിയമങ്ങളാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾ ഇത് എങ്ങോട്ടും വിടാണ്ട് നിങ്ങൾ ഈ ഖുർആൻ പഠിപ്പിച്ചിട്ട് പ്രാക്ടിക്കൽ ആര് തരും? തിയറി കൊണ്ട് ജയിക്കോ? ടെസ്റ്റ് പാസ്സാവോ? പരീക്ഷ പാസ്സാവാണ്ട് അടുത്ത ലെവലിലേക്ക് പോവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു ഇന്റേണൽ സ്ട്രെങ്ത് ഇല്ലാത്ത മക്കളെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറ്റണം. മക്കളെ പഠിപ്പിക്കുക, ഐഹികമായതും പഠിപ്പിക്കുക, പക്ഷെ അത് എന്തിനാ വേണ്ടിയാന്നും കൂടെ പഠിപ്പിക്കുക. ഇത് നീ നേടുന്ന സമ്പത്ത് നിനക്കൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് നീ പഠിക്കേണ്ടത്. അപ്പൊ ദീൻ പഠിക്കേണ്ടത് എന്തിനാണ്? ഈ ദുനിയാവ് പഠിക്കേണ്ടത് എന്തിനാണ്? യെസ്, പരീക്ഷണത്തിലേക്ക് എൻ്റർ ചെയ്യാൻ. ദീൻ പഠിക്കേണ്ടത് എന്തിനാണ്? പരീക്ഷണത്തിൽ പാസ്സാവാൻ. ഇത് രണ്ടും വേണം. കാരണം അള്ളാഹ് ദുനിയാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ, അള്ളാഹ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഹിക്മത്തിനെ കളിയാക്കല്ലേ നമ്മൾ? സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരുപാട് ചിന്തിക്കണം കേട്ടോ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ആൾക്കാർക്ക് പിന്നെ ഇഷ്ടമുള്ള കാര്യം എന്താണ്? വൽ ഖൈലിൽ മുസവ്വമ, ലക്ഷണമൊത്ത കുതിരകൾ. വൽ ഖൈലിൽ മുസവ്വമ. ഖൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖൈൽ എന്ന് പറയുന്നത് കുതിരകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഖൈൽ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം, അഹങ്കാരത്തോടു കൂടി നടക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതായത് തലയൊക്കെ നേരെ പിടിച്ച് ഹൈ ആയിട്ടില്ലേ, ഷോൾഡറൊക്കെ ഒന്ന് ഇങ്ങനെ ബാക്കോട്ട് വെച്ച് അല്ലെ, ഞാനൊരു സംഭവമാണെന്നൊക്കെ തോന്നുന്ന പോലെ നടക്കുക. ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ് ഇഖ്തിയാൽ. ഇഖ്തിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ഞാൻ ഗ്രേറ്റ് ആണ് എന്നുള്ള ആ ഒരു തോന്നൽ, മറ്റുള്ളവരൊന്നും അത്ര പോരാ, എൻ്റെ അത്ര പോരാ എന്നുള്ള ആ ഒരു തോന്നലുള്ള ഒരു സെൽഫ് ഒബ്സഷൻ, ഞാൻ സംഭവമാണ് എന്നുള്ള സംഭവം മാനേഴ്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇഖ്തിയാൽ. ഒക്കെ അവർ നടക്കുന്നതിലും അവരെ ഓരോ കാര്യത്തിലും ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഒരു കുതിരയെ കുറിച്ച് നോക്കുമ്പോൾ ഈ കുതിരക്ക് ഈ പറഞ്ഞ സംഭവം ഉണ്ട്. അതിന്റെ ഒരു സ്റ്റൈലിലും അതിന്റെ ലുക്കിലും, ഈവൻ അതൊന്ന് ഓടുമ്പോഴൊക്കെ അതിന്റെ നെക്കൊക്കെ, കഴുത്തൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് അല്ലെ, അതിന്റെ ആ ഒരു മെയിൻ ഈ രോമം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിഫായിട്ട് നിന്നിട്ട് കഴുത്തൊക്കെ നേരെ വെച്ച് ഞാനൊരു സംഭവമാണെന്നുള്ള പോലെ എടുപ്പോട് കൂടിയാണ് കുതിര ഓടുക. അതിന്റെ വാല് ആട്ടുന്നതിൽ പോലും ആ ഒരു അഹങ്കാരത്തിന്റെ ഒരു ഷോയുടെ ലുക്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖൈൽ എന്നാണ് കുതിരക്ക് പറയുന്നത്. ഇതേപോലെ കുതിരയുടെ ഓണർക്കും സാഹിബുൽ ഖൈൽ, ഓക്കെ, കുതിരയുടെ ഓണർക്കും അല്ലെ കുതിരനെ ഓടിക്കുന്ന ആൾക്കും ഈ പറഞ്ഞ സംഭവം ഈ ഖൈൽ ഒരു ടെസ്റ്റ് ആണ്. ഞാൻ സംഭവമാണെന്നുള്ള ആ ഒരു തോന്നല്. ആൾക്കാർക്ക് കുതിരകളെ പല രീതിയിലുള്ള കുതിരകൾ അല്ലെ, പണ്ട് മുതൽ ഇന്നും ഉണ്ട് കുതിരകളെ ഓൺ ചെയ്യുന്ന ആളുകളും ഒക്കെ. ഇങ്ങനെയുള്ള കുതിരകളാണ് ഇഷ്ടം? ഏതെങ്കിലും അല്ലെ ഒന്നിനും കൊള്ളാത്ത ചാവാലി കുതിരയാണോ? ഇല്ല അല്ലെ. മുസവ്വമ ആയിട്ടുള്ള കുതിര. സീൻ വാവ് മീം. സാമ യസൂമു. അതായത് സാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൃഗങ്ങളെ ഗ്രേസി, അതായത് എന്താ പറയാ, മേയാൻ വിടുക. ഓക്കെ, അതിനാണ് സാമ എന്ന് പറയുന്നത്. ഗ്രേസ് ചെയ്യുന്ന, അതായത് മേയുന്ന മൃഗങ്ങൾക്കാണ് സാമ എന്ന് പറയാം, മൃഗങ്ങളെ മേയ്ക്കുന്നതിന്. അപ്പം മേയ്ക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പിന്നാലെ പോവാണ് അല്ലെ. മേയ്ക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ പുല്ല് തേടി പോവാണ്, എന്തെങ്കിലും ഒരു കാര്യം തേടി പോവാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ അർത്ഥം അത്. പിന്നെ രണ്ടാമത്തെ അർത്ഥം വാവ് സീൻ മീമിൽ നിന്നാണ് മുസവ്വമ വന്നതെന്നും പറയുന്നുണ്ട്. രണ്ട് റൂട്ട്. ഓക്കെ, വാവ് സീൻ മീം നമ്മൾ മുമ്പ് കണ്ടാണ്. വസ്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടായിരിക്കും, ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക. അൽ ഖൈലിൽ മുസവ്വമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മൾ പറഞ്ഞു മേയ്ക്കാന് ഇടുന്ന
മേയ്ക്കുക എന്നുള്ള അർത്ഥം. അതായത് വലിയ പാടങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പ്രോപ്പർട്ടീസിലെ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുള്ള എസ്റ്റേറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പം അവിടെ ആ ഒരു കുതിര, എൻ്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള വലിയൊരു പ്രോപ്പർട്ടിയിൽ എൻ്റെ ഒരു കുതിര ഇങ്ങനെ മേയാന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഓണർക്ക് ഭയങ്കര സുഖം തരുന്ന ഒരു കാഴ്ചയാണ് അതല്ലേ. അപ്പം അതാണ് ഖൈലുൽ മുസവ്വമയുടെ ഒരർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മുസവ്വമയ്ക്ക് മുഅല്ലമ എന്നൊരർത്ഥം കൂടെയുണ്ട്. മുഅല്ലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത കുതിര. മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പറയുമ്പം ഷിയ, അതായത് കുതിരയുടെ മൊത്തത്തിലുള്ള കളറിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു സ്പോട്ട്, ഒരു ഡോട്ട്. ഇപ്പം ഒരു ബ്രൗൺ കുതിരക്ക് ഒരു വൈറ്റ് സ്പോട്ട് അതിന്റെ നെറ്റിയിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനെ കാണാൻ തന്നെ വേറൊരു ലുക്കാണ് അല്ലെ. അപ്പം ആ രീതിയിലുള്ള ഒരു ഷിയ അല്ലെങ്കിൽ ഒരു അടയാളം, ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടുള്ള ഒരു കുതിര എന്നും അർത്ഥമുണ്ട്. ഇനി വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാല് കുതിരകളെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മാർക്ക് വെച്ചിട്ട് ഈ നമ്മൾ പച്ച കുത്തുക എന്നൊക്കെ പറയില്ലേ, അത് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു മാർക്ക് ഇടാന്നുള്ളതും പറയുന്നുണ്ട്. അതായത് ആ കുതിരനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരാൾക്ക് 15 കുതിരകളുണ്ട്, ആ 15 കുതിരകൾക്കും ഈ സെയിം മാർക്ക്, സെയിം ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇയാളുടെ മാർക്കാണ് അതല്ലേ, ഇയാൾക്ക് 15 കുതിരകളുണ്ട്. അത് ഭയങ്കര അഭിമാനമല്ലേ. അപ്പം വൽ ഖൈലിൽ മുസവ്വമ എന്ന് പറഞ്ഞാല് മാർക്ക് ചെയ്യപ്പെട്ട കുതിരകൾ. അത് ഭംഗിക്ക് വേണ്ടിയിട്ട്, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ ഷോ ഓഫിന് കാണിക്കാൻ വേണ്ടിയിട്ടും ആവാം. അപ്പം അങ്ങനെയും അർത്ഥമുണ്ട്. ഒരു സൈൻ അല്ലെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേക ഡിഫറൻസ് ഉള്ള ആ കുതിരന് പുറത്തിരിക്കുന്ന ഒരു സാധനം അല്ലേ, അതിന് വേറെ കളർ കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഐഡന്റിഫിക്കേഷൻ, അവരുടെ പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഐഡന്റിഫിക്കേഷൻ കൊടുക്കാം. ഇനി മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വൽ ഖൈലുൽ മുസവ്വമ എന്ന് പറഞ്ഞാൽ കുതിരകൾ ബ്യൂട്ടിഫുൾ, ഓക്കെ, നല്ല കാണാൻ ഭംഗിയുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നല്ല ബ്രീഡ്, ഓക്കെ, നല്ല ഇനം കുതിരകൾ ഉണ്ടാവില്ലേ, നല്ല എന്താണ് ഒരു പാരമ്പര്യമൊക്കെ പറയുന്നത് പോലെ ഒരു ഗ്രാൻഡ് ബ്രീഡുള്ള കുതിര ആയിരിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് നല്ല ഇനം നല്ല ബ്രീഡുകളിൽ വെട്ട ഭംഗിയുള്ള കുതിരകളാണ് ഖൈലുൽ മുസവ്വമ എന്ന് പറയുന്നത്. അപ്പം ഈ കുതിരകൾ അത് എന്തിന്റെയൊക്കെ പ്രതീകമാണ്? സമ്പത്ത്, സ്റ്റേറ്റസ്, ഭംഗി, അല്ലെ, സ്ട്രെങ്ത്, സ്പീഡ്, ഇതിന്റെയൊക്കെ പ്രതീകമാണ് കുതിര. ഈവൻ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെ, യാത്രയുടെയും പ്രതീകമാണ് കുതിര. അപ്പം ചില കൾച്ചറുകളിൽ കുതിരകൾ, അല്ലെ, ഇപ്പോഴും അതിനൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടും യാത്രക്ക് വേണ്ടിയിട്ടും എന്താണ് ഭംഗിക്ക് വേണ്ടിയിട്ടും സ്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം എന്താണ്? കാറുകൾ, അല്ലെ. ഇപ്പൊ കുതിരകൾക്ക് ഈ പറഞ്ഞ പോലെ 1 കോടി വരെയും അല്ലെങ്കിൽ 10, 20, 30 ലക്ഷം വരെയും ഒക്കെ പോവാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈവൻ കുതിരകളെ ഈ ഹോഴ്സ് റേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെ, അതിനു വേണ്ടി കുറേ പൈസ ചെലവഴിച്ചിട്ടും ഒക്കെ. അതേപോലെ എല്ലാ കൾച്ചറുകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റു കൾച്ചറുകളിൽ ഇപ്പം കാറുകളാണ്, അല്ലെ. ആൾക്കാർ കുറേ പൈസ കാറിന്റെ മേലെ ചെലവഴിക്കുക, വാങ്ങാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് അടുത്തടുത്ത മോഡലുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അൽ ഖൈലുൽ മുസവ്വമ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു മാർക്ക് ചെയ്തിട്ടുള്ള ഭയങ്കര ഹൈ ബ്രാൻഡ് ആയിട്ടുള്ള കുതിരകൾ എന്നത് പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് കാറും, അല്ലെ, അത് ഒരു നോർമൽ ലെവൽ പറ്റാണ്ട് അടുത്ത ബ്രാൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ലോഗോ ഉള്ള മെർസിഡസ്, BMW പോലുള്ള ലോഗോ ഉള്ള കാറുകളോടുള്ള ആ ഒരു ഇഷ്ടം, കാരണം ഉള്ള ഒരു പ്രത്യേക സൈൻ ഉണ്ടെങ്കിൽ, അല്ലെ, ചിലപ്പോൾ ഫേക്ക് സൈൻ ആണെങ്കിലും പോലും കുഴപ്പമില്ല, മുസവ്വമ അതൊരു സ്റ്റേറ്റസ് സിമ്പിൾ ആയിട്ട് കാണുന്ന, കാരണം ആൾക്കാർക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, സ്റ്റേറ്റസ് കാണിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം. കാറുകളും പല രീതിയിലുണ്ട്, അല്ലെ, ലക്ഷറി കാർ ഉണ്ട്, സ്പോർട്സ് കാർ ഉണ്ട്, എക്സോട്ടിക് കാർ, അങ്ങനെ 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 സുബ്ഹാനല്ലാഹ്. അത്രയും അതൊക്കെ അതിനൊക്കെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഹുബ്ബു ഷഹവാത്ത് ഇങ്ങനെ അങ്ങനെ ആ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പല കാറുകളും തീരെ പ്രാക്ടിക്കൽ പോലും അല്ല, അല്ലെ. ഭയങ്കര വില കൂടിയ ഫെറാറി പോലെയുള്ള കാറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ ഒരു ബാഗ് വെക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ആ കാർ ഉണ്ടായ യാത്രയൊക്കെ പറ്റുമോ? ഇല്ല. അത് എന്തിനു ഉപയോഗിക്കുന്നത്? ആ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ. കുതിരകളെ എന്തിനു വേണ്ടിയിട്ടാണോ അതേപോലെ യാത്രക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. ചില സമയത്ത് ഈ പറഞ്ഞ കാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ വേണ്ടി വാങ്ങുന്ന കാർ, അല്ലെ. ഈ കാർ ഇങ്ങനെ വണ്ടി റോട്ടിലെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫൈൻ കിട്ടും. എന്നാലും ഈ കാറുകൾ ആൾക്കാർ എന്തിനാ വാങ്ങുന്നത്? സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, സമ്പത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഫോണിൽ ഒരു പോസ്റ്റർ എങ്കിലും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് ഒരു ഫോട്ടോ എങ്കിലും ഇടും ഒരു അടിപൊളി കാറിന്റെ, ആ ഒരു പൂതി കൊണ്ട്, അല്ലെ. അല്ലെങ്കിൽ റെന്റ് ചെയ്തിട്ട് കാറുകൾ വാങ്ങും. സുബ്ഹാനല്ലാഹ്. കാറുകളെ കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്ത.
ചില കാറുകൾ വാങ്ങുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി, അതായത് കുറച്ചൊരു ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ആവാൻ വേണ്ടിയിട്ട്, അവരുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും കാറുകൾ വാങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പോൾ പല 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 കാര്യങ്ങളാണ് ഈ ഒരു എന്താണ് ഖൈലുൽ മുസവ്വമയിലേക്ക് വരുമ്പോൾ ഷഹവ ആയിട്ട് മാറുന്നത്. ഇത് മനുഷ്യന്മാരുടെ ഉള്ളിൽ നാച്ചുറലി ഉള്ളതാണ്. 2000 വർഷം മുമ്പുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിലും ഇനി നാളെ വരാൻ പോകുന്ന ആൾക്കാരിലാണെങ്കിലും അപ്പം പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അതിപ്പോ ഒരു പ്രയോജനത്തിന് വേണ്ടി, നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉള്ള ഷഹവയാണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത് ഒബ്സഷൻ ആയിട്ട് മാറുമ്പം അല്ലെ, അത് കാറിനെ കുറിച്ച് വായിക്കുക, കാറിനെ കുറിച്ച് ചിന്തിക്കുക, അത് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുമ്പോൾ, ഈ പറഞ്ഞ പോലെ കുതിരയെ കുറിച്ച് ചിന്തിക്കുക, കുതിരയുടെ അഭിമാനം, കുതിരയുമായിട്ടുള്ള അഹങ്കാരം പോലെ തന്നെ ഇത് തന്നെ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് സംസാരിക്കുന്ന ആൾക്കാരെ കൂടെ ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ ഒബ്സഷൻ ആയിട്ട് മാറുമ്പം, അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുമ്പം, അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് ചെലവഴിക്കുമ്പം, നമ്മൾ ഭൂമിയിലേക്ക് അയച്ച ലക്ഷ്യം മറന്നു പോകുമ്പോൾ അല്ലെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതിന്റെ ലുക്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പം എന്താവും, അത് നേരത്തെ പറഞ്ഞ ഖദീബായിട്ടുള്ള ഷഹവയിൽ പെടും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ എല്ലാം എന്താണ്, ഷഹവയാണ്, നാച്ചുറൽ ഡിസയർ ആണ്. പക്ഷെ ഇതെല്ലാം എന്താണ്, ടെസ്റ്റ് ആണ് അല്ലെ, എല്ലാം നമുക്കുള്ള ടെസ്റ്റുകളാണ്. സോ ഖൈലിൽ മുസവ്വമ. നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നാളെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. ഒരുപാട് ആയത്തുകളായി പോകും അല്ലെങ്കിൽ എക്സാമിന് ഈ ആഴ്ചത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി അറ്റാച്ച് ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ മനസ്സുകളെ അറ്റാച്ച് ചെയ്യാൻ. കാരണം അറ്റാച്ച്മെന്റിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം മറന്നു പോകും, നമ്മൾ എന്തിനാ ഭൂമിയിലേക്ക് അയച്ചതെന്ന് മറന്നു പോകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അതൊക്കെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി ആവശ്യമാകുന്ന രീതിയിൽ ഉപയോഗിച്ച് അതുപയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ, അതുപയോഗിച്ച് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ച ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് ആ ലെവലിൽ ബാലൻസ് ചെയ്തിട്ട് ഹോൾ പിക്ചർ അല്ലെ, ഈ ലോകത്തിന്റെ ഭൂമിയുടെ നിലനിൽപ്പിന്റെ സൃഷ്ടിപ്പിന്റെ അറിവിന്റെ ഒക്കെ ഹോൾ പിക്ചർ മനസ്സിലാക്കിയിട്ട് ശരിക്കും ബാലൻസ് ചെയ്തിട്ട് ജീവിക്കാൻ, അതിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഹിക്മത്തും ചിന്തയും അല്ലെ അറിവും ഒക്കെ ഉള്ള ആളുകളായിട്ട് മാറാനുള്ള തൗഫീക്ക്, മനസ്സിലാക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും വരുന്ന തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ഈ കാര്യത്തിലൊക്കെ നമ്മൾ അറിവുകേട് കൊണ്ടും ഒക്കെ നമുക്ക് പറ്റിപ്പോയ തെറ്റുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മൾ ഓരോരുത്തരുടെ ഷഹവകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മാറിയിരുന്ന് ചിന്തിക്കുമ്പോൾ എക്സസീവ് ആയി പോകുന്ന, ഒബ്സസീവ് ആയി പോകുന്ന കാര്യങ്ങളൊക്കെയും അതിൽ നിന്നൊക്കെ മാറാനുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ഓരോരുത്തരും ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള എളുപ്പം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل أنا ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.